Yes. Good morning, everyone. Thank you Good so much. morning, sir. Good morning. എന്തൊക്കെയാണ് വിശേഷം? സുഖാണെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്ന നമ്മുടെ സെഷനിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഞാൻ എന്താണ് വെൽക്കം ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. ടുഡേ വി വിൽ ബി ഡിസ്കസിങ് ലോട്ട് ഓഫ് തിങ്സ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമ്മുടെ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ലൊരു ഇന്റൻഷനോട് കൂടിയിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം, അതിനു വേണ്ട അറിവുകൾ പങ്കുവെക്കുക എന്നുള്ളതാണ്. വെരി ഗുഡ്. എല്ലാവരും വീഡിയോയിൽ വരും കേട്ടോ. പ്ലീസ് ക്ലിയർ ഇൻ വീഡിയോ. താങ്ക് യു. കാം, റിലാക്സ്. താങ്ക് യു. എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ള ഫീലിങ്സുകൾ? നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തത്? അതാണ് കമൻറ്റ് ചെയ്തത്. ജസ്റ്റ് കമൻറ്റ് ഡൗൺ ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് മീ ടു അണ്ടർസ്റ്റാൻഡ്. എനിക്ക് നിങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചറിയാൻ പറ്റും. All right. Just comment down, everyone. Everyone just comment down. So, നമുക്ക് നമ്മളുടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു എന്താണ് നമ്മളുടെ ലൈഫിൽ നടക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഈ വെൽത്ത് ക്രിയേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലൈഫിൽ എന്താണ് നടക്കേണ്ടത്, എങ്ങനെയാണ് നമുക്ക് പണം സമ്പാദിക്കുക. അധികം ആൾക്കാരും പണത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടാകാം. നിങ്ങൾ എത്ര പേര് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു AI ടെസ്റ്റ് ചെയ്തവർ എത്ര പേരുണ്ട്? ചെയ്തവരൊന്ന് കമൻറ്റ് ചെയ്യാവോ? ഗ്രൂപ്പിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെയ്തവരൊന്ന് കമൻറ്റ് ചെയ്യും. ജസ്റ്റ് കമൻറ്റ് ഓൺ. എത്ര പേർക്കാണ് AI എന്ന് പറയുന്ന ആ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത്? ജസ്റ്റ് ഒന്ന് പറയാം. ജസ്റ്റ് കമൻറ്റ്. ഓക്കെ, കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എത്ര പേർക്ക് ഈ പറഞ്ഞിരിക്കുന്ന സംഗതി കറക്റ്റായിട്ട് ഉപയോഗിച്ചിട്ടുള്ളവരുണ്ട്? ഓക്കെ, നെഗറ്റീവ് തോട്ട്സ് പോയി ഒരു നല്ല അവസ്ഥ വന്നു, ഫൈനാൻഷ്യൽ ഫ്രീഡം അനുഭവപ്പെട്ടു. വെരി ഗുഡ്, ഫിൻറ്റാസ്റ്റിക്. ഹാപ്പിനെസ് ഉണ്ടായി, പീസ്ഫുൾ ആണ്. ഓക്കെ, നല്ല എനർജി ഉണ്ട്, ലൈക്ക് നല്ല ഫീൽ ഉണ്ട്. വെരി ഗുഡ്. കൂൾ മൈൻഡായി മാറിയിട്ടുണ്ട്. ഓക്കെ, റിലാക്സ്ഡ് ആണ്. ഓക്കെ, പരമാവധി ആൾക്കാർ എല്ലാവരും എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ഇതൊരു മെഡിറ്റേഷൻ സെഷൻ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്യുവർലി നമ്മുടെ കോഴ്സ് തന്നെയാണ്. അപ്പോൾ ആ ലെവലിൽ നമ്മൾ കാണുമ്പോൾ നമ്മളുടെ കറക്റ്റായിട്ട് നമ്മുടെ ലൈഫിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന കംപ്ലീറ്റ് നമ്മുടെ ലൈഫിലേക്ക് ആവശ്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ സെഷൻ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ബേസിക് അടിത്തറ നമുക്ക് എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്യണം. വെൽത്ത് ക്രിയേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബേസിക് അടിത്തറ. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാലോ. റെഡിയാണല്ലോ? ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. മെയിനായിട്ട് എനിക്ക് നമ്മുടെ ഈ ഒരു വെൽത്ത് ക്രിയേഷൻ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്ന
ഈ വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു സെഷനിലേക്ക് നിങ്ങൾ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. സോ ഓക്കെ, നോക്കാം. കാണാൻ പറ്റുന്നുണ്ടോ പ്രസന്റേഷൻ? ക്യാൻ യു സീ? യെസ്. വെൽത്ത് ക്രിയേഷൻ, എ ബിഗിനേഴ്സ് ബ്ലൂ പ്രിന്റ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു ഇന്നും നാളെയും മറ്റന്നാളും ആയിട്ടുള്ള സെഷൻ എന്താണ്? ലേൺ ദ മൈൻഡ് സെറ്റ്, ഹാബിറ്റ്സ്, സ്ട്രാറ്റജീസ് ടു ബിൽഡ് എ ലാസ്റ്റിംഗ് വെൽത്ത്. നാളെ ഈ ദിവസങ്ങളിൽ നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നല്ല ഹാബിറ്റ്സുകൾ എന്തൊക്കെയാണ്, ഓക്കെ, നല്ല മൈൻഡ് സെറ്റ് എന്താണ്, ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ് ലാസ്റ്റ് ചെയ്യുന്ന വെൽത്ത് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഒരു സമ്പന്നനായിട്ട് മാറാൻ നമ്മളുടെ ലൈഫിൽ നമുക്ക് ഏതെല്ലാം മൈൻഡ് സെറ്റ് വേണം, ഏതെല്ലാം ഹാബിറ്റ്സ് വേണം, ഏതെല്ലാം സ്ട്രാറ്റജീസ് വേണം. കാരണം ഈ മൈൻഡ് സെറ്റും ഹാബിറ്റ്സും സ്ട്രാറ്റജീസും നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. എന്നാൽ ഇതെല്ലാം ബിൽഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ പലപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഇല്ല, ആ സ്ട്രഗിൾ ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി അതൊരു എളുപ്പത്തിലുള്ള അവസ്ഥയിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വെൽത്ത് ബ്ലോക്കുകളുണ്ട്, അതിനെ പൊട്ടിക്കാനും കൂടെ പഠിക്കണം. സോ അതടക്കം നമ്മൾ എന്ത് ചെയ്യും, ഇനി ഇവിടുന്ന് അങ്ങോട്ട് പഠിക്കും. ചില ഹാബിറ്റ്സുകൾ ഉപയോഗിച്ചിട്ടാണ് വെൽത്ത് ബ്ലോക്കുകൾ പൊട്ടിക്കുന്നത്. ചില മൈൻഡ് സെറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ വൈ വെൽത്ത് ക്രിയേഷൻ മാറ്റേഴ്സ്? എന്തുകൊണ്ട് സമ്പത്ത് നമ്മൾ ഉണ്ടാക്കണം? ബിക്കോസ് ഫൈനാൻഷ്യൽ ഫ്രീഡം ഗിവ്സ് യു ചോയ്സ്. ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ത് നൽകുന്നു? ചോയ്സ് നൽകുന്നു. ഇറ്റ് ഗിവ്സ് യു ചോയ്സ്. When you have financial freedom, you can make decision based on what you truly want rather than what you can afford. ഫൈനാൻഷ്യൽ ഫ്രീഡം ഉള്ള ഒരാളെ സംബന്ധിച്ചോളം എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത്, എന്തുകൊണ്ട് അതിലെ കാര്യങ്ങൾ പഠിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇത് പഠിച്ചിട്ട് അപ്ലൈ ചെയ്യേണ്ടത്, എന്തുകൊണ്ട് നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം? വെൽത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ഫ്രീഡം ഗിവ്സ് യു ചോയ്സ്. അത് സ്വാതന്ത്ര്യം നൽകുന്നു. When you have financial freedom, you can make a decision based on what you truly want rather than what you can afford. ഫൈനാൻഷ്യൽ ഫ്രീഡം ഉള്ള ഒരാൾക്ക് എന്താ വെച്ചാൽ അയാൾക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് തീരുമാനമെടുക്കാൻ കഴിയും. എന്താണോ അദ്ദേഹത്തിന് ആക്ച്വലി വേണ്ടത്, യഥാർത്ഥത്തിൽ അതാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം. അയാൾക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും വാങ്ങാൻ സാധിക്കുമായിരിക്കും, അഫോർഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ അതിനേക്കാളും കൂടുതൽ എന്താണ് ആക്ച്വലി അദ്ദേഹത്തിന് വേണ്ടത്, അത് നേടാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ പറ്റും. അദ്ദേഹം ആഗ്രഹിക്കുന്നത് സ്വന്തമാക്കാൻ കഴിയുന്നത് ആഗ്രഹിക്കുക എന്നുള്ളതിനെക്കാട്ടിലും ആഗ്രഹിക്കുന്നതെല്ലാം സ്വന്തമാക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന ഇതാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം. മനസ്സിലാണ്ടോ? നിങ്ങൾക്ക് ഷാറുഖ് ഖാൻ പറയുന്നൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ ഒരു ഫെറാറി വാങ്ങേണ്ടത് നിങ്ങൾക്ക് 2 ഫെറാറി കാർ വാങ്ങാൻ കഴിയുന്ന സമയത്താണ്. അതായത് അവിടെ റെഡ് വേണോ ബ്ലൂ വേണോ എന്ന് ചിന്തിക്കാൻ സമയമില്ല, അതിൻ്റെ ആവശ്യമില്ല, രണ്ടും വേണമെങ്കിൽ വാങ്ങുന്നത്. അത്രയ്ക്കും പൈസ ഉണ്ടാകുമ്പോഴാണ്. ഓക്കെ, അതാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. ആൻഡ് രണ്ടാമത്തെ പോയിന്റ്, വെൽത്ത് പ്രൊട്ടക്ട്സ് അഗെയിൻസ്റ്റ് അൺസർട്ടൈനിറ്റി. സമ്പത്ത് ഉണ്ടായി കഴിഞ്ഞുള്ള ഏറ്റവും വലിയ പ്രത്യേകത, നമ്മുടെ ലൈഫിൽ അധികം ആൾക്കാർ അൺസർട്ടൈൻ ആണ്, ഫിയറിലാണ് ജീവിക്കുന്നത്. പകുതിയിലധികം ഭയം നമുക്ക് എന്ത് ചെയ്യും, പണം നമ്മളിൽ നിന്ന് എടുത്ത് കളയും. ബിൽഡിംഗ് വെൽത്ത് ക്രിയേറ്റ് സേഫ്റ്റി നെറ്റ് ദാറ്റ് ഹെൽപ്സ് യു വെദർ അൺഎക്സ്പെക്റ്റഡ് ഫൈനാൻഷ്യൽ ചാലഞ്ചസ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ചാലഞ്ചസ് പലപ്പോഴും ആ പ്രതിസന്ധികളുടെ ഒരു ഇതുണ്ടല്ലോ, അത് പ്രതിസന്ധികളിൽ നമ്മൾ സംരക്ഷിക്കുന്ന ഒരു സേഫ്റ്റി നെറ്റാണ് എന്ത്, പണം എന്ന് പറയുന്നത്, സമ്പത്ത് എന്ന് പറയുന്നത്. പണം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പണമില്ലായ്മയാണ് സ്നേഹമില്ലായ്മക്ക് കാരണം. മണി ഈസ് ഈക്വൽ ടു ലവ്. പണമില്ലെങ്കിൽ ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവില്ല. പണമില്ലെങ്കിൽ ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവില്ല, ആ കുടുംബത്തിൽ പ്രശ്നങ്ങളായിരിക്കും. പണമില്ലെങ്കിൽ എപ്പോഴും ഒരു സ്ട്രെസ് ആയിരിക്കും ആരും മാതാപിതാക്കൾ. സോറി, ശരിയല്ലേ? വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടായി കഴിഞ്ഞാൽ എപ്പോഴും സ്ട്രെസ്സാണ്. സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മക്കളെ നോക്കാൻ സമയം ഉണ്ടാവും.
ഉണ്ടാവില്ല. സ്വന്തം ജീവിത പങ്കാളിയോട് മനസ്സമാധാനത്തോടു കൂടി പെരുമാറാൻ കഴിയുമോ? കഴിയില്ല. ഇറിറ്റേറ്റഡ് ആകും. അപ്പോൾ മണി ഈസ് ഈക്വൽ ടു ലവ്, മണി ഈസ് ഈക്വൽ ടു സേഫ്റ്റി. നമ്മൾ നമ്മുടെ ട്രോമകളെ പറ്റി നമ്മൾ പറയാറുണ്ടല്ലേ. ഇന്നലെ രാത്രി കൂടെ ഞാനൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പം ട്രോമ എന്ന് പറയുന്നത്, സോറി, 2 ദിവസം മുൻപ്. അപ്പോൾ ട്രോമ എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഫീൽ ചെയ്യുന്നൊരു പ്രശ്നമാണെന്ന് വെച്ചാൽ സേഫ്റ്റി ഫീൽ ചെയ്യും. ട്രോമ അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന എല്ലാവരും കാണും, സ്ട്രെസ് അനുഭവിക്കുന്ന എല്ലാവരും ഞാൻ സേഫ് അല്ല എന്നാ ഫീൽ ചെയ്യും. പ്ലീസ്, എന്താണ് സേഫായിട്ട് ഫീൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഒരു വ്യക്തിയാലോ, ഒരു കൂട്ടം വ്യക്തിയാലോ, അല്ലെങ്കിൽ ഒരു സാഹചര്യത്താലോ, വസ്തുക്കളാലോ, ആ അന്തരീക്ഷത്താലോ അവൻ സംരക്ഷിക്കപ്പെടുക എന്നുള്ളൊരവസ്ഥയാണ്, അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണ്. ലവ് മീൻസ് സേഫ്റ്റി, ആൻഡ് സേഫ്റ്റി മീൻസ് ലവ്. And when you have so much money, you feel safe. Why? ഒരു പരിധി വരെ പ്രശ്നങ്ങൾ അതുകൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഒരു പരിധി വരെ പ്രശ്നങ്ങൾ, പണമില്ലായ്മ വലിയ സ്നേഹക്കുറവ് കാണിക്കും. പണം ഉള്ളവരുടെ അടുത്ത് കൂടെ ആൾക്കാരുണ്ടോ? ഉണ്ട്. കാരണം എന്താ? അവർക്ക് സേഫ്റ്റി ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ്. ഇയാളുടെ കൂടെ കൂടിയുള്ള സേഫാണ്. പണമുള്ളിടത്ത് എന്തുണ്ടാകും? അപ്പോൾ പണത്തെ നമ്മൾ പോസിറ്റീവായിട്ട് കാണും. പല ആൾക്കാരും പറയും, ഓക്കെ, പണം ഉണ്ടെന്ന് വിചാരിച്ച് സ്നേഹം കിട്ടൂല. പണത്തിന്റെ പിന്നാലെ പോയിട്ടാണ് എല്ലാവരും സ്നേഹം നശിക്കുന്നത്. ആക്ച്വലി പണം ഇല്ലായ്മ കൊണ്ടാണ് പണത്തിന്റെ പിന്നാലെ ആൾക്കാർ വഴക്ക് കൂടാൻ പോകുന്നത്. അയാൾക്ക് വേണ്ടത്ര പണം അയാളുടെ കയ്യിലില്ല. അയാളുടെ കയ്യിൽ വേണ്ടത്ര പണം ഉണ്ടായിരുന്നെങ്കിൽ അയാൾ മറ്റുള്ളവരുടെ പണത്തിന് വേണ്ടിയിട്ട് പോവില്ല. സോ വഴക്ക് കൂടാൻ പോകില്ല. ക്ലിയർ അല്ലേ? പണമില്ലായ്മയാണ് ആ വഴക്കിന് കാരണം. പണമല്ല അതിന് കാരണം, പണം ഇല്ലായ്മ, ദാരിദ്ര്യമുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇമ്മൻസ് വെൽത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരുപാട് സമ്പത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? യു ഫീൽ സേഫ്. നിങ്ങൾ സേഫ്റ്റി ഫീൽ ചെയ്യും നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾക്ക് അതൊരു പരിധി വരെ പ്രശ്നങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. സോ ആ സേഫ്റ്റി നെറ്റാണ് പണം. അതുകൊണ്ട് തന്നെ പണം നമ്മൾ ക്രിയേറ്റ് ചെയ്തേ പറ്റും. നെക്സ്റ്റ് എന്താ? ഇറ്റ് എനേബിൾസ് യു ടു സപ്പോർട്ട് അതേഴ്സ്. പണം നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കൂടി, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു നന്മ നിറഞ്ഞ പ്രവർത്തികളെ മേക്ക് എ പോസിറ്റീവ് ഇമ്പാക്റ്റ്. ഒരാളുടെ ലൈഫിൽ വലിയ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ, അവർക്ക് ചാരിറ്റി ചെയ്ത്, അവർക്ക് സഹായിക്കാൻ, കഷ്ടപ്പെടുന്ന ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് പണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കാൻ പറ്റും. നെക്സ്റ്റ് എന്താ? ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് മണി, ഇറ്റ്സ് അബൌട്ട് മൈൻഡ് സെറ്റ്. വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്നത് എന്തല്ല, ഒരു പണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം മാത്രമല്ല. ഇറ്റ്സ് പ്യൂർലി മൈൻഡ് സെറ്റ് ആണ്. നിങ്ങൾക്ക് എത്ര പൈസ ഉണ്ടാക്കാൻ കഴിയും, നിങ്ങൾ എത്ര പൈസ ബിസിനസ് ചെയ്യുന്നു, ഇതിനെ ബേസ് ചെയ്തിട്ടൊന്നുമല്ല. നിങ്ങൾക്ക് എത്ര അറിവുണ്ട്, കഴിവുണ്ടെന്നൊന്നുമല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് മൈൻഡ് സെറ്റ്. നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്. വെൽത്ത് ക്രിയേഷൻ ഇസ് it's as much about developing a healthy relationship with money as it is about accumulating it. പണം സമ്പാദിക്കുക എന്നതുപോലെ, അല്ലെങ്കിൽ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് ചെയ്യുക, അധ്വാനിക്കുക, ജോലി ചെയ്യുക, കച്ചവടം ചെയ്യുക, സെയിൽസ് ചെയ്യുക, അത് പ്ലാൻ ചെയ്യുക, അത് സേവ് ചെയ്യുക, അത് കാൽക്കുലേറ്റ് ചെയ്യുക. പണത്തെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ടെക്നിക്കലി നമ്മൾ അതിനെ മാനേജ് ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ അതിനേക്കാട്ടിലും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വാട്ട് ഈസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് മണി എന്നുള്ളത്. പണവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എന്താണ്? പണവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണ്? അപ്പോൾ നമ്മുടെ അഡ്വാൻസ് പ്രോഗ്രാം വരുന്നുണ്ട്. അഡ്വാൻസ് പ്രോഗ്രാമിൽ നമ്മൾ റിലേഷൻഷിപ്പ് വിത്ത് മണി എന്ന് പറഞ്ഞിട്ടുള്ള തെറാപ്പി തന്നെയാണ്. 2, 3, 4 തീയതികളിലാണ് വരുന്നത്. ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുള്ള. ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുള്ളതിലേക്ക് വരാം. ബേസിക് കോഴ്സ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. യു ക്യാൻ കം ആൻഡ് ക്രിയേറ്റ്. സോ വെൽത്ത് ക്രിയേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വിത്ത് മണി. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പാണ് ഉള്ളത് പണവുമായി ബന്ധപ്പെട്ട്? ഒരു ഇൻസെക്യൂരിറ്റിയുടെ, ഒരു ഇല്ലായ്മയുടെ റിലേഷൻഷിപ്പാണ്. പണം എന്ന് പറയുമ്പോൾ ചിന്തിക്കുമ്പോൾ ഒരു ഇല്ലായ്മ എന്നാണ് ഫസ്റ്റ് തന്നെ വരുന്നത്. ഓഹോ, അല്ലെങ്കിൽ സ്ട്രഗ്ലിംഗ്,
എന്താണ് ഫസ്റ്റ് വേർഡ്? എന്താ? ഒന്ന് കമന്റ് ചെയ്തേ. അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ഹാർഡ് വർക്ക് എന്തെങ്കിലും ഉണ്ടാവും, ഒരു വേർഡ് വരും. പണം എന്ന് പറയുമ്പോൾ ഒരു വേർഡ് വരും, എന്തോ ഒരു ഇമേജ് വരും, പണം. ഒന്ന് കമന്റ് ചെയ്തേ, ജസ്റ്റ് കമന്റ്. സ്ട്രഗിളിങ് ടു ഗെറ്റ്. പണം ഒരു കാമുകനാണ്, പണം ഒരു കാമുകിയാണ്. എത്ര വളച്ചാലും വളയില്ല, വളച്ചിട്ടും കിട്ടുന്നില്ല. പണം ഒരു കാമുകനാണ്, കാമുകിയാണ്. എൻ്റെ അടുത്ത് നിൽക്കുന്നില്ല, വേറെ ആളുടെ കൂടെ പോകുന്നു. ചില ആൾക്കാർക്ക് ചില പണം അവിഹിതമാണ്. എൻ്റെ പണം വേറൊരുത്തൻ്റെ അടുത്ത് കൂടെ പോകും, വേറെ ആളുടെ കൂടെ പോകും. അവിഹിത ബന്ധമുണ്ട് എൻ്റെ പണത്തിന്. എൻ്റെ അടുത്ത് നിൽക്കുന്നില്ല, സ്ട്രഗ്ലിങ്. വേറെന്താ ഉള്ളത്? പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന വേർഡുകൾ? കമന്റ് ചെയ്യും, എല്ലാവരും കമന്റ് ചെയ്യും. കമന്റ് ആണ്. ദിസ് ഇസ് നോട്ട് ലൈക്ക് വൺ ടു വൺ. കുറച്ച് കഴിഞ്ഞ് എൻ്റെ സ്വഭാവം മാറും. ഇപ്പോഴുള്ള സംസാരമൊന്നുമല്ല, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നല്ല അനുസരണയോടുകൂടി, നല്ല സഹകരണത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, സംസാരിക്കാം. ഇല്ലേ പിടിച്ച് വലിച്ച് കീറും ഞാൻ. ഓക്കെ, അപ്പം എന്ത് ചെയ്യണം? നിങ്ങളെ ചില ശീലങ്ങൾ പഠിപ്പിച്ചെടുക്കണം. എന്ത്? മനസ്സിലാവുന്നുണ്ടോ? ശീലങ്ങൾ പഠിപ്പിച്ചു. ഒരു കാര്യം പറയുമ്പോൾ അതിനോട് സഹകരണം വേണം. ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കോഴ്സിൽ വന്നിങ്ങനെ ഇരിക്കുക, ക്ലാസ്സിൽ വന്നിങ്ങനെ ഇരിക്കുക, ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, അതൊരു മനോഭാവമായിരുന്നു. ഓക്കെ, മണി മീൻസ് ലൈക്ക് ഫ്രീഡം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഐ ലവ് മണി, വെരി ഗുഡ്. പണം എൻ്റെ കയ്യിൽ നിൽക്കില്ല, സുബീർ. ഓക്കെ, വെരി ഗുഡ്, സുബീർ സാർ. സോ വാട്ട് ഈസ് യുവർ റിലേഷൻഷിപ്പ്? വാട്ട് ഈസ് യുവർ ഇമേജ്? അപ്പോൾ നിങ്ങൾക്കൊരു ഭാര്യ ഉണ്ട്, അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടെന്ന് വെച്ചോളൂ. ഈ ഭാര്യയും ഭർത്താവിനോടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പറയാണ്, അവൾ എൻ്റെ കൂടെ നിൽക്കില്ല, അവൾ എൻ്റെ കൂടെ നിൽക്കില്ല, അവൾ എൻ്റെ കൂടെ നിൽക്കില്ല, അല്ലെങ്കിൽ അവൻ എൻ്റെ കൂടെ നിൽക്കില്ല എന്ന് എപ്പോഴും നമ്മൾക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവൾ നമ്മുടെ കൂടെ നിൽക്കില്ല, അല്ലെങ്കിൽ ഭർത്താവ് നമ്മുടെ കൂടെ നിൽക്കില്ല. സോണോ? യാ, നിങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യുക കേട്ടോ. പോസിറ്റീവായിട്ട് തന്നെ കമന്റ് ചെയ്യണമെന്നില്ല. സോ വാട്ട് ഈസ് യുവർ ഫീലിംഗ്? വാട്ട് ഈസ് യുവർ റിലേഷൻഷിപ്പ്? അതാണ് റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ്? മണി ഈസ് സേഫ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്, ആൻഡ് ഓർ ഐ ലവ് മണി എന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ? ഐ ക്യാൻ അട്രാക്ട്. എന്താണ് ഫീൽ ചെയ്യുന്നത്? ജെന്യൂൻലി ഫീൽ ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങൾ പിന്നെ വെറുതെ അഫർമേഷൻ കൊടുത്തുണ്ടാക്കുന്ന സാധനമല്ല. ജെന്യൂൻലി നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? വാട്ട് ഈസ് മണി ടു യു? ആൻഡ് നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ റെസ്പെക്ട് ഉണ്ടോ? പണവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് റെസ്പെക്ട് ഉണ്ടോ? നിങ്ങൾ പണത്തിൻ്റെ കോയിൻസ് എവിടെ വെച്ചിരിക്കുന്നു? കോയിൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അതോടൊക്കെ ചുമ്മാ അവിടെ കൊണ്ട് ഇട്ടേക്ക് വേണം. അതെല്ലാം പ്രോപ്പറായിട്ട് അതിനൊരു 10 രൂപയ്ക്ക് അതിൻ്റെ വാല്യൂ ഉണ്ട്, ഇത്ര വാല്യൂ ഉണ്ട്, ഇത്ര വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വളരെ നല്ലൊരു റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ? അതിനെടുത്ത് വെക്കേണ്ട സ്ഥലത്തെടുത്ത് വെച്ചിട്ടുണ്ടോ? പണത്തെ ശരിക്കും നമ്മുടെ കയ്യിൽ നമ്മൾ കൊണ്ട് നടക്കുന്നത് റെസ്പെക്ട്ഫുൾ ആയിട്ടാണ്. നമ്മുടെ പണം നമ്മുടെ കയ്യിലേക്ക് വരുന്നു, പല വസ്തുക്കളും കാണുമ്പോൾ ആ പണത്തെ പറഞ്ഞയക്കും. അതെ, നിങ്ങളുടെ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിന് എന്തോയോ ആഗ്രഹങ്ങൾ കാണുമ്പോൾ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന എന്താണ് എന്തെങ്കിലും സിംപ്ലി ഒരു വാല്യൂ കൽപ്പിക്കാതെ ഒരു നല്ലൊരു ഇഷ്ടത്തോട് കൂടിയിട്ട് പ്രോപ്പറായിട്ട് ചെയ്യാതെ ഒരു റിലേഷൻഷിപ്പ് ഇല്ലായ്മയാണോ, പ്രയാസമാണോ? ഈ കൊടുക്കുകയാണെങ്കിൽ തന്നെ വളരെ മനസ്സറിഞ്ഞ് സന്തോഷത്തോടു കൂടി ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി കൊടുക്കാതെ, ഓഹ് ഈ പൈസയും പോവുകയാണല്ലോ, എനിക്ക് നഷ്ടപ്പെടുകയാണല്ലോ, ഇതിന് ഇത്രയും ചെലവാണല്ലോ, ഇങ്ങനെയുള്ള ഒരു ഫീലിങ്ങോട് കൂടിയാണോ കൊടുക്കുന്നത്? ഞാൻ പണം നമുക്ക് എന്തില്ല, നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. കാരണം പണത്തെ ചുറ്റിപ്പറ്റി നമുക്കൊരു നെഗറ്റീവ് എനർജിയാണ്. പണത്തെ ചുറ്റിപ്പറ്റി നമുക്കെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പണം ഇല്ലല്ലോ എന്ന ചിന്തയാണ്, ഇല്ലായ്മയുടെ ചിന്തയാണ്. പണത്തെ ചുറ്റിപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പണം നമ്മുടെ അവയർനെസ്സിൽ എന്തെല്ലാം ചിന്തകളാണ് വരുന്നത്. എനിക്ക് കഷ്ടപ്പെട്ടാലേ പൈസ ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെയാണ് കഷ്ടപ്പാട്. അപ്പോൾ ആ ഒരു അവയർനെസ്സിലുള്ള കഷ്ടപ്പാട് മണി ഈസ് ഈക്വൽ ടു കഷ്ടപ്പാട്. അപ്പോൾ കഷ്ടപ്പാടുണ്ടെങ്കിലേ പൈസ വരും, കഷ്ടപ്പെട്ടിട്ടേ പൈസ വരും. മറിച്ച് അതിന് പകരം എന്ന് വെച്ചാൽ എനിക്കത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഐ ക്യാൻ ഡു ഇറ്റ്. ഐ ലവ് മണി, ഐ റെസ്പെക്ട് മണി, ഐ വാണ്ട് മണി, ഐ ചെറിഷ് മണി, ഐ പ്രൊട്ടക്ട് മൈ മണി, ഐ ക്യാൻ മൾട്ടിപ്ലൈ മൈ മണി.
Okay. So what is your feeling എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വാട്ട് ഈസ് യുവർ റിലേഷൻഷിപ്പ്? സോ ഇറ്റ്സ് എ മൈൻഡ് സെറ്റ്. ഓക്കെ, അതെന്താണ്? ഒരു മൈൻഡ് സെറ്റ് ആണ്. ആ മൈൻഡ് സെറ്റ് നമ്മൾ എന്തെങ്കിലും കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. സോ കോമൺ മിത്സ് ഉണ്ട്, സമ്പത്തുമായി ബന്ധപ്പെട്ട് കുറേ മിത്സുകളുണ്ട്. ഓക്കെ, നമ്മൾ കേട്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പണം ഉണ്ടാക്കുക എന്ന് പറയുന്നതിനെ കുറിച്ച് തെറ്റായ തെറ്റിദ്ധാരണകളുണ്ട്. പണം നമുക്കുണ്ടാവണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ബി ബോൺ റിച്ച്, സമ്പന്നനായിട്ട് ജനിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ. ഞാൻ അംബാനിയുടെ മകനായി ജനിച്ചില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ടായേനെ. അല്ലെങ്കിൽ ഞാൻ യൂസുഫ് അലിയുടെ മകനായി ജനിച്ചില്ല, അല്ലെങ്കിൽ മകളായി ജനിച്ചില്ല, ആ ഫാമിലി ജനിച്ചില്ല. സോ മെനി വെൽത്തി ഇൻഡിവിജ്വൽസ് നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സമ്പന്നൻ ജനിക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല. നമ്മൾ തിരിച്ചറിയേണ്ടത് many wealthy individuals started with nothing, but they built their fortune through consistent and effort and smart decisions. സമ്പന്നരായിട്ടുള്ള പല ആൾക്കാരും ഒന്നുമില്ലായ്മയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തവരാണ്. They built their fortune through consistent effort and smart decisions. നല്ല തീരുമാനങ്ങളിലൂടെയും നല്ല ശീലങ്ങളിലൂടെയും തുടർച്ചയായിട്ടുള്ള പ്രവർത്തികളിലൂടെയും ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ആൻഡ് വെൽത്ത് ക്രിയേഷൻ ഈസ് എ ലേണബിൾ സ്കിൽ. സമ്പത്ത് സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അതൊരു ലേണബിൾ സ്കില്ലാണ്. അത് നിങ്ങളെന്തോ റോക്കറ്റ് സയൻസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന സമ്പത്തിനെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. അതിന് പ്രാക്ടീസ് ചെയ്യേണ്ട ചില പ്രാക്ടീസുകളുണ്ട്, എവറിഡേ പ്രാക്ടീസസ് ഉണ്ട്. ഒന്ന് പ്രധാനമായിട്ടുള്ളത് നിങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. എത്ര പേര് ചെയ്യാറുണ്ട് നമ്മുടെ വരവ് ചെലവ് കണക്കുകൾ? കണക്കുകൾ നമുക്ക് പണ്ടേ ഇഷ്ടമല്ല, കാരണം നമുക്ക് ട്രോമയുണ്ട്, ഇത് കണക്കപ്പിള്ള. ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഇമോഷണൽ കണക്ക് ഭാഷ നമുക്ക് ഭയങ്കര പേടിയാണ്. നമ്പറുകൾ ഭയങ്കര പേടി, നമ്പറുകൾ ഇഷ്ടമല്ല, കണക്ക് ഇഷ്ടമല്ല, മാത്സ് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നമ്പറുകൾ നോക്കാൻ ഇഷ്ടമല്ല, എനിക്കത് കേൾക്കുന്നതേ ഇഷ്ടമല്ല. അതൊരു ബ്ലോക്കാണ്, ഇമോഷണൽ ബ്ലോക്കാണ്, മണി ബ്ലോക്കാണ്. എത്ര പേര് നോക്കാറുണ്ട്? സത്യസന്ധമായിട്ടൊന്ന് പറഞ്ഞു, ഉണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? ചെലവ് കണക്കുകൾ എല്ലാ ദിവസവും എഴുതി വെക്കാറുണ്ട്? യെസ് ഓർ നോ? കമന്റ് ഒന്ന് സത്യസന്ധമായിട്ട് കമന്റ്. ഓക്കെ, സത്യസന്ധമായിട്ട് ബി ഹിയർ ഇൻ വീഡിയോയിൽ വരും എല്ലാവരും കേട്ടോ. പ്ലീസ് ബി ഹിയർ ഇൻ വീഡിയോ. Please be here in video. ഓക്കെ, നമ്മൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ അറ്റൻഡ് ചെയ്യാം, ഇൻറ്റൻഷണൽ ലേണിംഗ് ആൻഡ് കാഷ്വൽ ലേണിംഗ്. കാഷ്വൽ ലേണിംഗ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ഈ ക്ലാസ്സിൽ വരുന്നു, അറ്റൻഡ് ചെയ്യുന്നു. ഇൻറ്റൻഷണൽ ലേണിംഗ് എന്ന് പറയുന്നത് ക്ലാസ്സിൽ വരുന്നു, സീരിയസ് ആയിട്ടിരിക്കുന്നു, ടീച്ചർ എന്താണോ പറയുന്നത്, ട്രെയിനർ എന്താണോ പറയുന്നത്, കോച്ച് എന്താണോ പറയുന്നത് എല്ലാം ഫോളോ ചെയ്യുന്നു, കറക്റ്റായിട്ട് ഇരുന്നിട്ട് കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ ശേഷം. സോ വാട്ട് ഈസ് യു നിങ്ങൾ പല ആൾക്കാർക്കില്ലേ ഉണ്ടായിരുന്നു, ക്രമേണ ശീലം പോയി. ഓക്കെ, മുഹമ്മദ് ബിൻ. സോ ഓക്കെ, ഷൈൻ ശങ്കർ പറയുന്നു നോ, മുഹമ്മദ് പറയുന്നു യെസ് യെസ്, ഇക്ബാൽക്ക പറയുന്നു നോ, ഇല്ല 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 ഇല്ല. സോ നെവർ, ഒരിക്കലും ചെയ്ത് വെച്ചിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു ആൻസർ കിട്ടി. എന്തുകൊണ്ടാണ്? ബിക്കോസ് നമുക്ക് അങ്ങനെ ഒരു കൺസിസ്റ്റൻസി ഇല്ല, നമുക്ക് അങ്ങനെ ഒരു ഹാബിറ്റ്സ് ഇല്ല, നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് കണക്കുകൾ എഴുതി വെക്കുന്ന ഒരു ഹാബിറ്റ്സ് ഇല്ല. ബിക്കോസ് നമ്മളതിനെക്കുറിച്ച് വറീഡ് അല്ല, നമ്മളതിനെക്കുറിച്ച് കൺസേൺഡ് അല്ല, നമ്മളതിനെ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മളതിന് പണം അത് വരികയെ അത് പോവുകയെ എന്താ ചെയ്യട്ടെ, ഐ ഡോണ്ട് കെയർ. എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിലേക്ക് വരികയെ പോവുകയെ എന്താ ചെയ്യട്ടെ, ഐ ഡോണ്ട് കെയർ. എൻ്റെ ഭർത്താവ് എൻ്റെ വീട്ടിലേക്ക് വരികയെ പോവുകയെ എന്താ ചെയ്യട്ടെ, ഐ ഡോണ്ട് കെയർ. എപ്പോൾ വരുന്ന സമയത്ത് ആരൊക്കെ കൂടെയുള്ള പോകുന്നു, ആരുടെ കൂടെ പോകുന്നേ അന്ന് എനിക്കറിയണ്ട, ഐ ഡോണ്ട് കെയർ. മനസ്സിലായല്ലോ? ആ കുടുംബത്തിന് എത്ര കണ്ട്, ആ ബന്ധത്തിന് എത്ര കണ്ട് സുരക്ഷിതത്വം ഉണ്ടാവും. സോ that relationship is already, it's not there. So have that relationship which is very precious, very caring, very protective, very valuing. അപ്പോൾ ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പോൾ അതൊരു ലേണബിൾ സ്കില്ലാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ട് ഇട്ടിട്ട് എവറി ഡേ ട്രാക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് വെച്ചാൽ യുവർ എക്സ്പെൻസസ്.
ട്രാക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അനാവശ്യമായിട്ട് എന്തൊക്കെ പരിപാടികൾ ഈ പണത്തിന് റിലേഷൻഷിപ്പ് ഉണ്ട്. എൻ്റെ കൂടെ വരുന്ന പണത്തിന് ഞാൻ കാരണം, ഞാൻ തന്നെ കൂട്ടുപിടിച്ചുകൊണ്ട് ഏതെല്ലാം അവിഹിത ബന്ധങ്ങളുണ്ട്, ഏതെല്ലാം രീതിയിൽ ഞാൻ ഈ അവിഹിതത്തിന് കൂട്ടു നിൽക്കുന്നുണ്ട്. എന്ത് പണം ഇങ്ങനെ ചെലവഴിക്കാൻ പോകാൻ പറഞ്ഞേക്കാൻ, നീ പിക്കും ഇന്ന ആളുടെ കൂടെ പോയിക്കും, ഇത്ര ഇന്നസാണ് ഇവിടെ കൂടെ, എന്റർടൈൻമെന്റ്, ഫുഡ്, എൻജോയ്മെന്റ്, പൊയ്ക്ക് പൊയ്ക്ക് പൊയ്ക്ക്. ക്ലിയർ ആണോ? അൺഹെൽത്തി ആയിട്ടുള്ള മണി റിലേഷൻഷിപ്സ് ഉണ്ട്, ഒന്നിലും ശ്രദ്ധിക്കാതെ ഇങ്ങനെ. അപ്പോൾ അവിടെ വളരെ ഡിസ്റെസ്പെക്ട്ഫുള്ളി ആണ് ആ പണത്തെ എന്തെങ്കിലും ട്രീറ്റ് ചെയ്യുന്നത്. സോ ഓൾവേസ് ഹാവ് ലൈക്ക് എ റെസ്പെക്ട്ഫുൾ റിലേഷൻഷിപ്പ്. അപ്പം അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും എത്ര പൈസ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, എത്ര സ്കിൽ ഉണ്ടായിട്ടും കാര്യമില്ല, പണം ഉണ്ടാക്കും പക്ഷെ നിൽക്കില്ല. സോ സ്മാർട്ട് ആയിട്ടുള്ള ഡിസിഷൻ. പണത്തെ നമ്മൾ എന്ത് വെച്ചാൽ ചെലവഴിക്കല്ല വേണ്ടത്, ഉപയോഗിക്കുകയാണ് വേണ്ടത്. സാധാരണക്കാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പണത്തെ ചെലവഴിക്കും, സമ്പന്നരായിട്ടുള്ള ആൾക്കാർ പണത്തെ ഉപയോഗിക്കും, പണത്തെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും, മാനേജ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? നല്ല രീതിയിലേക്ക് മാനേജ് ചെയ്യണം പണത്തെ, നല്ല രീതിയിലേക്ക് ഉപയോഗിക്കണം പണത്തെ. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിലേക്ക് ഇതിനെ. സോ യു മസ്റ്റ് ടേക്ക് ഹ്യൂജ് റിസ്ക്. പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് പല ആൾക്കാരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യം. നല്ലോണം റിസ്ക് എടുക്കണം, ഒരു ഹ്യൂജ് റിസ്ക് എടുക്കണം എന്നുള്ള തിങ്കിങ് ഉണ്ട്. ആക്ച്വലി അതിന്റെ റിയാലിറ്റി എന്ന് വെച്ചാൽ കാൽക്കുലേറ്റഡ് ആൻഡ് ഇൻഫോംഡ് റിസ്ക് ആർ ഡിഫറെന്റ് ഫ്രം റെക്ലെസ് ഗാംബിൾസ്. റിസ്ക് അങ്ങ് എടുക്കലല്ല കാര്യം, വളരെ കണക്കുകൾ എഴുതി വെച്ച് പ്ലാൻ ചെയ്തു, വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, അറിവിന്റെ അടിസ്ഥാനത്തിൽ, ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ വളരെ ചിന്തിച്ചുകൊണ്ട് കണക്കുകൂട്ടലുകളോടുകൂടി നടത്തിയ റിസ്കുകളാണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ വെൽത്ത് ക്യാൻ ബിൽഡ് സ്റ്റഡിലി വിത്ത് മോഡറേറ്റ് വെൽ റിസർച്ച്ഡ് റിസ്ക്. നന്നായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ചെറിയ ചെറിയ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ യു കൻ ഏൺ ലോട്ട് ഓഫ് മണി. നിങ്ങൾക്ക് ഒരുപാട് പണം ഉണ്ടാക്കാൻ പറ്റും. ക്ലിയർ ആണോ? ഓൺലി ബിസിനസ് പീപ്പിൾ ക്യാൻ ക്രിയേറ്റ് വെൽത്ത്. അടുത്ത പോയിന്റ് ഇതാണ്, ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുക. അങ്ങനെ ഒരു തിങ്കിങ് ഉണ്ട്. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുക. ആക്ച്വലി അങ്ങനെയില്ല. നിങ്ങളിപ്പോൾ ബിസിനസ് ചെയ്യുന്നില്ല എന്ന് കുട്ടികൾ, പീപ്പിൾ ഫ്രം ഓൾ പ്രൊഫഷൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട്സ് ക്യാൻ ബിൽഡ് വെൽത്ത് ത്രൂ പ്രോപ്പർ പ്ലാനിങ് ആൻഡ് ഫൈനാൻഷ്യൽ ലിറ്ററസി. നല്ല ഫൈനാൻഷ്യൽ ലിറ്ററസി ഉണ്ടെങ്കിൽ, ഫൈനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെൽത്ത് നന്നായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. ബിസിനസ് കുറേ തെറ്റിദ്ധാരണകളുണ്ട്. ഇതൊക്കെ എന്ന് വെച്ചാൽ ബിസിനസ് അല്ലെങ്കിൽ പണം സമ്പാദിക്കുന്നതിന് ബ്ലോക്കായി നിൽക്കുന്ന കാര്യങ്ങൾ. അടുത്തത് വെൽത്ത് ഇസ് ഈക്വൽ ടു ഗ്രീഡ്. പണം, സമ്പത്ത് എന്ന് പറയുന്നത്, സമ്പദിക്കാൻ അല്ലേ, നമ്മുടെ പല ആൾക്കാരുടെ തിങ്കിങ് എന്ന് വെച്ചാൽ വെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർത്തിയാണ്. മനസ്സിലാകുന്നുണ്ടോ? ആർത്തിയാണ്. സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അമിതമായിട്ട് ആഗ്രഹിക്കലാണ്. അപ്പോൾ വെൽത്ത് ക്രിയേഷൻ ആൻഡ് എത്തിക്കൽ വാല്യൂസ് ക്യാൻ കോ എക്സിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു തെറ്റായ ധാരണയാണ്. അങ്ങനെ ഒരു സംഗതി ഇല്ല. ആർത്തിയല്ല ആക്ച്വലി. നമുക്ക് എത്തിക്കലായിട്ടുള്ള നല്ല വാല്യൂസ് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും, നല്ല മുറുകെ പിടിക്കാൻ പറ്റും, നല്ല മൂല്യങ്ങൾ. എന്നിട്ട് നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും. നേരായ മാർഗത്തിലൂടെ തന്നെ ഒരുപാട് പൈസ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് മെനി വെൽത്തി പീപ്പിൾ ആർ ജനറസ് ഫിലാന്ത്രോപ്പിസ്റ്റ്. ഒരുപാട് സമ്പന്നരായിട്ടുള്ള ആൾക്കാർ വളരെ നല്ല രീതിയിൽ ജനറസ് ആയിട്ട് ഫിലാന്ത്രോപ്പിസ്റ്റുകളായിട്ടുണ്ട്. അതായത് സമൂഹത്തിൽ സേവനം ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. സോ അവരെന്ത് ചെയ്യുന്നു, നല്ല ഉദ്ദേശത്തിലാണ് പണം ഉണ്ടാക്കുന്നത്. എൻ്റെ അടുത്ത് ഒരുപാട് പണം വേണം, ഞാൻ സമ്പന്നനായാൽ എനിക്ക് ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, സമ്പന്നനായ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും, സമ്പന്നനായ എനിക്ക് ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, സമ്പന്നനായി കഴിഞ്ഞപ്പോൾ സമ്പത്ത് വന്നു കഴിഞ്ഞാൽ നല്ല, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പല മതങ്ങളിൽ നിന്നും പല സംഗതികളിൽ നിന്നും പറഞ്ഞു കേട്ടിട്ടെന്ന് വെച്ചാൽ സമ്പത്ത് എന്ന് പറയുന്നത് എന്തോ തെറ്റായ കാര്യമാണ്, സമ്പത്ത് സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഒരു മോശം കാര്യമാണ്, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത്. ഇപ്പൊ എന്നോട് കഴിഞ്ഞൊരു എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് പറയണം,
സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറയും, അയാളുടെ സുഹൃത്തിനെ കൊണ്ട് പറഞ്ഞു, ഈ ക്ലാസ്സിനെ പറ്റി പറഞ്ഞു. അപ്പോൾ അയാൾ ക്ലാസ്സിനെ പറ്റി അറ്റൻഡ് ചെയ്തു, വെബിനാറിൽ അറ്റൻഡ് ചെയ്തു. അയാൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ എൻ്റെ സുഹൃത്ത് പറഞ്ഞു. പോയിട്ട് അറ്റൻഡ് ചെയ്ത സമയത്ത് ക്ലാസ്സൊക്കെ നന്നായിരുന്നു, ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്. പക്ഷേ ആൾ ഭയങ്കര ബിസിനസ് മൈൻഡാണ്. ഷാഫി മുഹമ്മദ് ഭയങ്കര ബിസിനസ് മൈൻഡാണ്. എല്ലാം ബിസിനസ്സാണ് ആൾക്കെല്ലാം ഭയങ്കര ബിസിനസ് മൈൻഡ്. അപ്പം ഞാനത് കേട്ടപ്പോൾ ശരി, എനിക്കറിയാം ഞാൻ എത്രത്തോളം ബിസിനസ് മൈൻഡാണ്, എത്രത്തോളം ബിസിനസ് മൈൻഡല്ല അതിനു. അപ്പം ആളുടെ ഉള്ളിൽ ഓൾറെഡി ജഡ്ജ് ചെയ്ത് വെച്ചിരിക്കുക. എന്ത്, ഇങ്ങനെ കോഴ്സ് ഉണ്ടാക്കിയിട്ട് കോഴ്സ് ഡിസൈൻ ചെയ്ത് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു, അതിന് ഫീസ് വാങ്ങുന്നു, ഇത്ര ഫീസ് വാങ്ങുന്നത് ശരിയല്ല എന്നൊരു മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. കാരണം അത് ആർത്തിയാണ്, അയാൾക്ക് ബിസിനസ് മൈൻഡാണ്, അയാൾക്ക് ആർത്തിയാണ് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുക. ആക്ച്വലി റിയാലിറ്റി അതല്ല. അത് എനിക്കറിയാം, എൻ്റെ ടീം മെമ്പേഴ്സിന് അറിയാം, എന്നെ അടുത്തറിയുന്ന ആൾക്കാർക്കെല്ലാം അറിയാം. എൻ്റെ ഫ്രണ്ട് തന്നെ എന്നോട് പറയുന്നൊരു കാര്യം, നീ കുറച്ചുകൂടെ ആർത്തിയുള്ള ആളാവണം, ഇതിന് കുറച്ചുകൂടെ ഇത് വേണമെന്ന് പറയും. നീ ഒരുപാട് കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. നമ്മുടെ കോഴ്സിലേക്ക് വന്നാൽ തന്നെ നമ്മുടെ സിൽവർ മെമ്പർഷിപ്പിൽ തന്നെ നമുക്കിപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ EFT കോഴ്സാണ് നമ്മുടെ മെയിൻ കോഴ്സ്. ഇതിന് പുറമെ 4 കോഴ്സ് അഡീഷണലി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ബേസിക് ലെവൽ, മൈൻഡ് പവർ ബേസിക് ലെവൽ, ബേസിക് കൊടുക്കുന്നുണ്ട്, അഡ്വാൻസ് കൊടുക്കുന്നുണ്ട്, ഹയർ അഡ്വാൻസ് കൊടുക്കുന്നുണ്ട്. 3 മൈൻഡ് പവർ കോഴ്സും കൊടുക്കുന്നുണ്ട്. പ്ലസ് അഡീഷണൽ ഒരു ഡീപ് പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്ന കോഴ്സും കൊടുക്കുന്നുണ്ട്. അപ്പം അത്രയും നമ്മൾ ജനറസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വൈ? ബിക്കോസ് വി ബിലീവ് നമുക്കത് കൊടുക്കാം. ആൾക്കാർക്ക് അത്രയും ഉപകാരപ്പെടുന്ന സംഗതികളാണ് വി ക്യാൻ പ്രൊവൈഡ്. വേണമെങ്കിൽ ഓരോ കോഴ്സ് നമുക്ക് സെപ്പറേറ്റ്ലി വിൽക്കാം. ഇത്രയും ബിസിനസ്മാൻസ്. അപ്പം അവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നത് ഈ ഒരു ഗ്രീഡാണെന്നല്ല. അപ്പം എത്തിക്കൽ വാല്യൂ, അപ്പം ഞാനെങ്ങനെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആൾക്കാർക്ക് എത്തിക്കലായിട്ട് നല്ല രീതിയിൽ, നേരായ രീതിയിൽ ഒരുപാട് പ്രോഡക്ട്സിൽ ഒരുപാട് വാല്യൂ കൊടുത്തുകൊണ്ട് പണം ഉണ്ടാക്കാം. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് പണം ഉണ്ടാക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം, നേരായ മാർഗത്തിലൂടെ തന്നെ, ശരിയായ മാർഗത്തിലൂടെ തന്നെ ഒരുപാട് വാല്യൂ ആഡ് ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കാം എന്നുള്ളത് നിലനിൽക്കും. പണം ഉണ്ടാക്കുന്നത് ഒരിക്കലും ഒരു മോശം കാര്യമല്ല, പണം ഉണ്ടാക്കുന്ന ഒരിക്കലും എന്തല്ല, ഒരു തെറ്റായ കാര്യമല്ല എന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയണം. ഓക്കെ, അപ്പൊ അത് ഗ്രീഡാണ് എന്നുള്ള തിങ്കിങ് നമുക്കുണ്ടാവരുത്. അപ്പോൾ പല ആൾക്കാരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഗ്രീഡാണല്ലോ. അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് പണം ഉണ്ടാവില്ല, പണം ഉണ്ടാക്കാൻ കഴിയില്ല. നെക്സ്റ്റ് എന്താണ്, ചില ആൾക്കാർ ചിന്തിക്കുന്നത് ഇറ്റ്സ് ടു ലേറ്റ് ടു സ്റ്റാർട്ട്. എനിക്ക് ഒരുപാട് പ്രായമായി, അല്ലെങ്കിൽ എനിക്ക് 40 വയസ്സായി, ഇനിയിപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നടക്കും. 50 വയസ്സായി എന്തെങ്കിലും നടക്കും, 60 വയസ്സായി എന്തെങ്കിലും നടക്കും. ഇങ്ങനെ തിങ്കിങ് ഉള്ളവരുണ്ട്. നമ്മളെപ്പോഴും ചിന്തിക്കണം വെച്ചാൽ ഇറ്റ്സ് നെവർ ടു ലേറ്റ് ടു ബിഗിൻ യുവർ വെൽത്ത് ജേർണി. ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് വർക്ക് ഇൻ ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റേജസ്. യങ്ങായിരിക്കുമ്പം ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത്. 20 വയസ്സിൽ നിങ്ങൾ പണം ഉണ്ടാക്കുന്ന സ്ട്രാറ്റജി ഡിഫറെൻ്റ് ആണ്. 25 വയസ്സ് മുതൽ 30 വയസ്സിനിടയിൽ നിങ്ങൾ പണം ഉണ്ടാക്കുന്ന സ്ട്രാറ്റജി ഡിഫറെൻ്റ് ആണ്. 30 വയസ്സ് മുതൽ 35-ൻ്റെ ഇടയിൽ പണം ഉണ്ടാക്കുന്ന സ്ട്രാറ്റജി ഡിഫറെൻ്റ് ആണ്. 35-40-ൻ്റെ ഇടയിൽ സ്ട്രാറ്റജി ഡിഫറെൻ്റ് ആണ്. 40-50-ൻ്റെയും ഇടയിൽ ഡിഫറെൻ്റ് ആണ്. 50-60-ന്. കാരണം ഓരോ സമയത്തും നിങ്ങളുടെ നോളജ് ഡിഫറെൻ്റ് ആണ്, എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആണ്, കണക്ഷൻസ് ഡിഫറെൻ്റ് ആണ്, എക്സ്പെർട്ടീസ് ഡിഫറെൻ്റ് ആണ്. പറഞ്ഞോ, 20 വയസ്സുകാരന് ഒരിക്കലും 50 വയസ്സുകാരൻ്റെ മോഡൽ വർക്ക് ചെയ്യില്ല. കാരണം അയാൾക്ക് 50 വയസ്സുകാരനുള്ള ഒരുപാട് സംഗതികൾ 20 വയസ്സുകാരനില്ല. എന്നാൽ 20 വയസ്സുകാരനുള്ള ഒരുപാട് കാര്യങ്ങൾ 50 വയസ്സുകാരനില്ല. പറഞ്ഞോ, 20 വയസ്സുകാരൻ്റെ എനർജി ഉണ്ടോ? 20 വയസ്സുകാരന് എടുക്കാൻ കഴിയുന്ന റിസ്ക്, ഫ്രീ ആയിട്ട് എടുക്കാൻ കഴിയുന്ന റിസ്കിൻ്റെ സംഗതികളുണ്ടോ? അല്ല, ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓരോ പ്രായത്തിലും ഡിഫറെൻ്റ് നമുക്ക് എന്തുണ്ട്, അസറ്റുകളുണ്ട്. അപ്പോൾ പ്രായം കൂടി അല്ലെങ്കിൽ പ്രായം കുറവാണ് എന്നുള്ള തിങ്കിങ് വേണ്ട. ഓരോ ഡിഫറെൻ്റ് സ്ട്രാറ്റജി അപ്രോച്ച് ഉപയോഗിച്ചാൽ മതി. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുള്ളൂ, ഈ 20 വയസ്സുകാരൻ കിടന്ന് കഷ്ടപ്പെട്ടിട്ടായിരിക്കും എന്ത് ചെയ്യുക, പൈസ ഉണ്ടാക്കുന്നത്. എന്നാൽ 50 വയസ്സുകാരൻ വളരെ സിമ്പിളായിട്ടായിരിക്കും പൈസ ഉണ്ടാക്കുന്നത്. കാരണം അയാൾക്ക് കുറേ കണക്ഷൻസ്, അയാൾക്ക് കുറേ ഇമോഷൻസ് സ്റ്റേബിൾ ആണ്. അയാൾ കുറേ കാമായിരിക്കും, അയാൾ ഡിസിഷൻ എടുക്കുന്ന കുറേ പഠിച്ചിട്ടായിരിക്കും, അയാൾക്ക്
നല്ല നല്ല ഗുഡ് കണക്ഷൻസ് ഉണ്ടാവും. അയാളൊരു പ്രൊജക്ട് തുടങ്ങി അതിൽ ഇൻവെസ്റ്റ്മെന്റ് വരാൻ പെട്ടെന്ന് വരും. പക്ഷെ 20 വയസ്സുകാരൻ തുടങ്ങി ഇൻവെസ്റ്റ്മെന്റ് വരാൻ കുറച്ച് പ്രയാസം. രസമാണോ? അപ്പൊ നമുക്ക് ഓരോ പ്രായത്തിനും അതിൻ്റെതായിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, മറ്റൊരു കാര്യമുള്ളത്, ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു അല്ലെങ്കിൽ സംഗതിയിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾ എടുത്തു നോക്കൊണ്ടു 80% ആൾക്കാർ സാമ്പത്തികമായിട്ട് സുരക്ഷിതത്വം നേടിയത് കഴിഞ്ഞ് ഇത്രയും കാലത്ത് ഒരു എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു 35-40 വയസ്സിന് ശേഷമാണ്. 40 വയസ്സിന് ശേഷമാണ് അധികം ആൾക്കാർ ഫൈനാൻഷ്യലി അബണ്ടന്റ് ആയത്, ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള 40-45 വയസ്സ്. അപ്പൊ നല്ല കാലം തുടങ്ങുന്നേ ഉള്ളൂ. കൺഗ്രാചുലേഷൻ. അതിന്റെ കാരണം എന്താ? ആ സമയമാകുമ്പോഴേക്കും ഇമോഷണൽ മെച്യൂരിറ്റി വരും, പക്വത വരും. പണം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അനാവശ്യ ചെലവുകളൊന്നും നമുക്ക് വരില്ല. കാരണം അത്രയും കാലം എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ജീവിക്കാൻ, ഈ ട്രോമ ഇളകിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ജീവിച്ചു. പക്ഷെ അതിനിടയിൽ ഇത്രയും കാലം ഉണ്ടായിട്ടുള്ള പരാജയങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പക്വത വരുന്ന ഇരുത്തം വരുമ്പോൾ നിങ്ങളിലേക്ക് പണം കൂടുതൽ വരും. അത് വരാത്തവർക്ക്, ചില ആൾക്കാർ ഇത്രയും കാലത്തെ പാറ്റേൺ, പരാജയം, കാര്യങ്ങൾ, ഇതിൽ നിന്ന് പാഠം പഠിക്കാത്ത ആൾക്കാർ ആ പാറ്റേണിൽ തന്നെ പെട്ടുപോകുന്നു. അവർക്ക് പിന്നെ കാലാകാലവും പണം ഉണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. കാരണം അവർക്കൊരു പാറ്റേൺ ആയിട്ട് മാറുന്നു. മനസ്സിലാകുന്നുണ്ടോ? പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ശീലം. പരാജയപ്പെടുന്ന ഒരു ശീലം, പണം ചെലവഴിക്കുന്നത് ഒരു ശീലം, പണത്തെ റെസ്പെക്ട് ചെയ്യാതെ ചെലവഴിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ശീലം, അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ പ്രായം കൂടുതലായിട്ട് ചില ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്ന വെച്ചാൽ, ചില ചിന്തിക്കുന്ന വെച്ചാൽ എനിക്ക് ഇനി പ്രായമായി, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്. നല്ലൊരു ശതമാനം ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അത് നമ്മളുടെ കംഫർട്ട് സോൺ കൊണ്ട് മാത്രം ചിന്തിക്കുന്നത്, നമ്മുടെ അഹങ്കാരമാണത്. ഞാനിപ്പോൾ പ്രായമായി, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താ പ്രായമായ നിങ്ങൾക്ക് എന്താ പുറത്തിറങ്ങിയിട്ട് കച്ചവടം ചെയ്തുകൂടെ? ഞാനെങ്ങനെയാ ചെയ്യുക? ഞാനെങ്ങനെയാ ആൾക്കാരോട് വിൽക്കാൻ പോവാ? ഞാനെങ്ങനെയാണ് എനിക്കിങ്ങനെ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഞാനെങ്ങനെയാ ഒന്നിൽ നിന്ന് തുടങ്ങുക? ഞാനെങ്ങനെയാ ആ ജോലിക്ക് പോവുക? ഞാനെങ്ങനെയാ വിൽക്കാൻ പോവാ? ഞാനെങ്ങനെയാ ഇത് പ്രൊമോട്ട് ചെയ്യാൻ പോവാ? യു ഷുഡ് ബി പ്രൗഡ് ഓഫ് യുവർ പ്രോഡക്റ്റ്. യു ഷുഡ് ബി പ്രൗഡ് ഓഫ് വാട്ട് യു ആർ ഡൂയിങ്. സോ ലെറ്റ് ഗോ ഓൾ യുവർ ഈഗോ. ഗെറ്റ് ഔട്ട് ദെയർ. പണിയെടുക്കണം, വെയിൽ കൊള്ളണം, നടക്കണം, യാത്ര ചെയ്യണം, എന്തും ചെയ്യണം. ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു അമ്മയാണ്, ഞാനെങ്ങനെ പോവാ? ഞാനെങ്ങനെ ചെയ്യാം? ഹെൽ അറിയില്ല. നിങ്ങൾ ആരാ? നിങ്ങൾ ആരാന്നാ വിചാരം? എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഞാൻ തറവാട്ടിൽ പിറന്നാലും ഞാൻ ഇന്നത് എൻ്റെ ഫാമിലി എന്നെ സമ്മതിക്കില്ല, എന്നെ അവരെ സമ്മതിക്കില്ല, ഇവരെ സമ്മതിക്കില്ല. സോ always think that it's never too late to start again from the scratch. ഒന്നിൽ നിന്ന് തുടങ്ങുന്നതിന് ഒരു പ്രശ്നവുമില്ല. വീണ്ടും പണിയെടുക്കുന്നതിന് പ്രശ്നമില്ല. നിങ്ങൾ ചില ആൾക്കാർ കുറെ പരാജയങ്ങൾ നേരിട്ട് മടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറെ കഴിഞ്ഞ് നല്ല രീതിയിൽ ഇങ്ങനെ പോവായിരിക്കും. അപ്പോഴായിരിക്കും പരാജയപ്പെട്ടിട്ടുണ്ട്, പ്രതിസന്ധി വന്നിട്ടുണ്ടാവും, ഡൗൺ ആയിട്ടുണ്ട്. മനസ്സിലാകുന്നല്ലോ? അപ്പൊ ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ, പ്രതിസന്ധി കാര്യങ്ങളൊക്കെ ഒന്ന് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ, എനിക്ക് നല്ല പ്രതിസന്ധി പല ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ പാടങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങൾ. വലിയ പ്രതിസന്ധി വന്നിട്ട് ഞാൻ എന്നോട് പറഞ്ഞ എന്നെ ഏറ്റവും സഹായിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്: ഷാഫി, ഗോ ബാക്ക് ടു യുവർ ബേസിക്സ്. നിനക്ക് വർക്ക് ചെയ്തിട്ടുള്ള ബേസിക്സിലേക്ക് പോ. ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു നീ എടുത്തിരുന്നത്? ഇപ്പൊ നീ ഓക്കെ, നീ കുറെ സ്റ്റെപ്പ് എടുത്ത് നീ ഇപ്പൊ ഒരു 30ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തിയിട്ടുണ്ട്, അല്ലെ 50ാമത്തെ സ്റ്റെപ്പിൽ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ 60ാമത്തെ സ്റ്റെപ്പിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് വലിയ അറിവുണ്ട്, കഴിവുണ്ട്, നീ വലിയ കൊമ്പത്തെ ട്രെയിനറാണ്, നീ ഒരുപാട് അറിവ്, ആൾക്കാരെ റെസ്പെക്ട് ചെയ്യുന്ന, ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പറയുന്ന ട്രെയിനർ. നമുക്ക് കുറേ ധാരണകളുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ നമ്മൾ ഇത് പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നാലോ വലിയ മറ്റേ ഏത് ഡയലോഗ് അറിയില്ലേ? ഇത് വലിയ ചിന്താഗതി, ഉയർന്ന ചിന്താഗതിയും
അല്ലേ? അപ്പൊ അത് എന്നാ ജീവിതവും പ്രയാസത്തിലും കഷ്ടപ്പാടില്ല. അപ്പൊ പ്രതിസന്ധി കാര്യങ്ങൾ വരുമ്പം അങ്ങനെ നമുക്കെന്ന് വെച്ചാല് വലിയ ഒരുപാട് ചിന്താഗതികൾ പിടിച്ചെടുത്തിട്ട് കാര്യമില്ല. ഗോ ബാക്ക് ടു യുവർ റൂട്ട്. ആ അഹങ്കാരം എടുത്ത് അങ്ങോട്ട് കളഞ്ഞിട്ട്, എന്തോ അഹംഭാവം ഞാൻ എന്തോ ആണ്, ഞാൻ എടുത്ത് കളഞ്ഞിട്ട് പോയിട്ട് പണിയെടുക്കും, വെയിൽ കൊള്ളും, ആൾക്കാരോട് സംസാരിക്കും, ഫോൺ എടുക്കുക, വിളിക്കും. എനിക്ക് കഴിയില്ല, എനിക്ക് ഒരുപാട് സ്റ്റാഫ് ഇത്രയും കാലം ഉണ്ടായിരുന്നു. പോയിട്ട് പഠിക്കുക, പണി പഠിക്കുക, ഡൂ ദ ഹെവി ലിഫ്റ്റിംഗ്. മനസ്സിലായോ? ഡു വട്ട് എവർ ഇറ്റ് ഇസ് നെസസറി. ഗോ ബാക്ക് ടു യുവർ റൂട്ട്സ്. ലെറ്റ് ഗോ എവറിഥിങ് ആൻഡ് ജസ്റ്റ് സ്റ്റാർട്ട് അഗെയിൻ. ഇറ്റ്സ് നെവർ ടു ലേറ്റ്. Okay? It's never too late to start small, start again, start from the scratch. ആ ജേണി, എനിക്ക് 19 വയസ്സായി, ഞാനിപ്പോൾ ഇനി ഒന്നിൽ നിന്ന് തുടങ്ങി, ബേസിക്സിൽ നിന്ന് തുടങ്ങിയ, ഞാനിപ്പോൾ സേവിങ്സ് തുടങ്ങിയ, ഞാൻ ഇനിയിപ്പോൾ സേവ് ചെയ്താൽ ഞാൻ എന്താവും? ഷട്ട് അപ്പ് യുവർ ബ്ലഡി മൗത്ത്, സ്റ്റാർട്ട് സേവിങ്. ആ വായ അടച്ചിട്ട് പണിയെടുക്കടാ. ആ വായ അടച്ചിട്ട് പണിയെടുക്കടി. പോയിട്ട് പഠിക്ക്, പോയിട്ട് ആ സ്കില്ല് പഠിക്കുക. ഈ പ്രായത്തിൽ ഞാൻ പോയിട്ട് ആ സ്കില്ല് പഠിക്കുക. ഈ പ്രായത്തിൽ പോയിട്ട് ഞാൻ AI പഠിക്കുക. ഈ പ്രായത്തിൽ പോയിട്ട് ഞാൻ കമ്പ്യൂട്ടർ പഠിക്കുക. ഈ പ്രായത്തിൽ ഞാൻ പോയിട്ട് ബുക്ക് വായിക്കുക. ഈ പ്രായത്തിൽ ഞാൻ പോയിട്ട് പ്ലാൻ ചെയ്യുക. ഇനിയിപ്പോൾ എന്തെങ്കിലും നടക്കും? ഷട്ട് അപ്പ്. വായ മൂട്. നിന്റെ വായാണ് പ്രശ്നം. ഷട്ട് അപ്പ്. ഗോ ബാക്ക്. പണിയെടുക്കും. ഡു വാട്ട് ഈസ് നെസസറി. ആ അഹങ്കാരം എടുത്താൽ കളഞ്ഞേരും. ആ മുഖംമൊഴി എടുത്താൽ കളഞ്ഞേരും. ഗോ ബാക്ക് ടു യുവർ ബേസിക്സ്. പണിയെടുക്കും. ഞാൻ എന്തോ ആണ്, ഞാൻ അത് ചെയ്യില്ല, ഞാൻ ഇത് ചെയ്യില്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല, എനിക്ക് ഇനി ചെയ്യാൻ കഴിയില്ല, എനിക്ക് അത് പറ്റില്ല, ഇത് പറ്റില്ല, അവിടെ പറ്റില്ല, ഇവിടെ പറ്റില്ല, എനിക്ക് വെയിൽ പറ്റില്ല, എനിക്ക് പ്രശ്നം പറ്റില്ല. ജസ്റ്റ് ഗോ ആൻഡ് ഡു ഇറ്റ്. ഫിക്സ് യുവർ ഷിറ്റ്. ഫിക്സ് യുവർ പ്രോബ്ലംസ്. ഇഫ് യുവർ ഷിറ്റ് ഈസ് ബ്രോക്കൺ, ഫിക്സ് യുവർ ഷിറ്റ്. അത്രയേ ഉള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് എന്താ വെച്ചാൽ എന്താണ് നമ്മളുടെ ഇഷ്യൂ, ജസ്റ്റ് ഗോ ആൻഡ് ഡു ഇറ്റ്. സോ വെൽത്ത് ക്രിയേഷൻ എന്താണ്? നമ്മൾ കോമൺ മിസ്കൺസെപ്ഷൻ ഉണ്ട് വെൽത്തിനെ കുറിച്ച്. അത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം നമുക്ക് ഇതെല്ലാം മാറ്റി എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? വെൽത്ത് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. എന്താ വെൽത്ത് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്? വി ഹാവ് ടു ടേൺ അവർ സെൽസ് ഫ്രം കൺസ്യൂമർ ടു ക്രിയേറ്റർ. 2 ടൈപ്പ് ആൾക്കാരുണ്ട് ഈ ലോകത്ത്. കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ, ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ. സോ സ്റ്റോപ്പ് സ്പെൻഡിങ് മണി ഓൺ തിങ്സ് ദാറ്റ് ഡിപ്രീഷിയേറ്റ് and start investing in assets that appreciate and generate income. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളിലധികം ആൾക്കാർ, ഈ ലോകത്തെ 90% ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ അവർ സ്പെൻഡേഴ്സായിട്ട് മാറുകയാണ്. ഓക്കെ, പണം ചെലവഴിക്കുന്ന ആൾക്കാർ. എന്നാൽ ക്രിയേറ്റേഴ്സ് ഉണ്ട്, പണം ഉണ്ടാക്കുന്ന ആൾക്കാർ. സ്പെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവരുടെ ഉള്ള പണം തീരുന്ന രൂപത്തിലുള്ള, പണം ഇല്ലാതെയാകുന്ന, ഡിപ്രീഷിയേറ്റ് ചെയ്ത് കുറഞ്ഞു പോകുന്ന, വാല്യൂ നഷ്ടപ്പെടുന്ന വസ്തുക്കളിൽ ഇവർ പണം ചെലവഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവർക്ക് പണം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവർ വരുന്ന പണം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളിൽ ഇങ്ങനെ പണം ചെലവഴിച്ചുകൊണ്ടിരിക്കും. ഓക്കെ. എന്നാൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ദേ ബിൽഡ് ഇൻ അസെറ്റ്സ്. ലയബിലിറ്റീസിലാണ് മറ്റേ ആൾക്കാർ പണം ചെലവഴിക്കും. മറ്റുള്ള ആൾക്കാരെന്ന് വെച്ചാൽ അസെറ്റ് ബിൽഡ് ചെയ്യും. അവർ പണം അധികം ഉപയോഗിക്കുക. പണം അധികം ഉപയോഗിക്കുന്നത് ഈ നിക്ഷേപങ്ങളായിട്ടാണ്. അവർക്ക് കൂടുതൽ പണം ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലാണ്. ഇപ്പം നിങ്ങളൊരു കോഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ, വെൽത്ത് ക്രിയേഷൻ്റെ കോഴ്സോ അല്ലെങ്കിൽ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട സ്കില്ല്, നിങ്ങളുടെ പണത്തിൽ നല്ലൊരു ശതമാനം പോകേണ്ടത് പുതിയ സ്കില്ല് പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഒരു 10% എഴുതി വെച്ചോ. നിങ്ങളുടെ പണത്തിൻ്റെ 10% സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കും. ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ചെലവിനാണുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ നമ്മൾ എപ്പോഴും പുറത്തേക്ക് പോകുമ്പോൾ സൂക്ഷിക്കണം. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് എന്തിലേക്കാവും? ഇതെനിക്ക് ഇനിയും പണം കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരു അറിവിലേക്കാണോ, ഒരു കഴിവ് ഡെവലപ്പ് ചെയ്യുന്നതിലേക്കാണോ, ഇനി അതല്ലെങ്കിൽ ഒരു അസറ്റിലേക്കാണോ? ഫോർ എക്സാമ്പിൾ, എനിക്ക് റെന്റ് ജനറേറ്റ് ചെയ്ത് തരുന്ന, വരുമാനം ജനറേറ്റ്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്കാണോ? എന്തിലേക്കാണ് ഞാൻ ഈ പണം മുടക്കുന്നത്? കൂടുതൽ പണം തരുന്ന കാര്യങ്ങളിലേക്കായിരിക്കണം പണം മുടക്കേണ്ടത്.
ഒരു AI സോഫ്റ്റ്വെയറിലേക്കാണ്, കൂടുതൽ എനിക്ക് പണം തരാൻ സാധ്യതയുള്ള സംഗതികളിലേക്ക്. വേർ ഈസ് മൈ മണി ഈസ് ഗോയിങ്, എവിടെയാണ് എൻ്റെ പണം പോകുന്നത്? അപ്പോൾ വെൽത്ത് ക്രിയേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൺ ഓഫ് ദ ബെസ്റ്റ് എന്താ പറയുക ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്നു ഒരു തോട്ട് ചേഞ്ച് ഷിഫ്റ്റ് നടത്തണം. നമ്മൾ ഒരിക്കലും പൈസ ചെലവഴിക്കുന്നത് അതിലേക്കായിരിക്കരുത്. നമ്മളൊരു കൺസ്യൂമറായിട്ട് തീരരുത്, നമ്മൾ ക്രിയേറ്ററായി പണം ഉണ്ടാക്കുന്ന ഒരാളായി തീരും, പണം ചെലവഴിക്കുന്ന ഒരാളായി തീരും. അപ്പോൾ എപ്പോഴും നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ പണം മുഴുവൻ സമയം നഷ്ടപ്പെടാനാവരുത്. അവിടെ ഇങ്ങനെ പരസ്യം കണ്ട് അത് കണ്ടിട്ട് എക്സൈറ്റഡ് ആയിട്ട് പോകുന്ന ഒരാളാവരുത്. മനസ്സിലാവുന്നത്? നെക്സ്റ്റ് എന്താണ്? ഫ്രം ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ടു ഡിലേഡ് റിവാർഡ്സ്. ചില ആൾക്കാരെന്ന് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, ഇപ്പോൾ ഉള്ള സുഖം വേണം, ഡിലേഡ് റിവാർഡ്സിന് റെഡിയല്ല, ക്ഷമ കുറവാ. അപ്പൊ ലോങ് ടേം ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കും സെക്യൂരിറ്റിക്കും പകരം ഷോർട്ട് ടേം പ്ലഷറിന്റെ പുറത്ത് താൽക്കാലികമായിട്ടുള്ള പെട്ടെന്നുള്ള ക്വിക്കായിട്ടുള്ള സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, രസങ്ങൾക്ക് വേണ്ടിയിട്ട് ലോങ് ടേം ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിയെ പ്ലാൻ ചെയ്യാതെ, അതിനു വേണ്ടിയിട്ട് നോക്കാതെ, അതിനുള്ള ക്ഷമയില്ല. ഇപ്പം എന്താ ക്ഷമ വേണ്ടത്? ഡെവലപ്പ് പേഷ്യൻസ് ആൻഡ് എബിലിറ്റി ടു സാക്രിഫൈസ്. അതായത് നമുക്ക് ക്ഷമ വേണം, നല്ല കഴിവ് വേണം. ഇതിനുള്ള ഷോർട്ട് ടേം ആയിട്ടുള്ള പ്ലഷേഴ്സിനോട് നോ പറയാനുള്ള കഴിവ് വേണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഫൈനാൻഷ്യൽ ലോങ് ടേം ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് വല്ലതിനോടും നോ പറയണം. എനിക്കത് വേണ്ട, എനിക്കിത് വേണ്ട, എനിക്കിന്നത് വേണ്ട, എനിക്ക് സുഖം വേണ്ട, സംഗതികൾ വേണ്ട. സോ അങ്ങനെ നമ്മൾ സാക്രിഫൈസ് ചെയ്യുമ്പോൾ പണം നമ്മളുടെ അടുത്ത് എന്ത് ചെയ്യും? കുമിഞ്ഞു പോകും. നമുക്കൊക്കെ പണം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ ആരും ഇവിടെ ജീവിച്ചിരിക്കില്ല. പണം ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റുന്നു. പക്ഷേ പ്രോബ്ലം എന്താണ്? പണത്തെ റെസ്പെക്ട് ചെയ്യുന്നില്ല, വാല്യൂ ചെയ്യുന്നില്ല, ഷോർട്ട് ടേം സംഗതിയിൽ പിടിച്ചു വെക്കുന്നില്ല. കുറച്ചൊന്ന് അത് കൺട്രോൾ ചെയ്യണം നമ്മൾ. അത് നമ്മൾ ചെയ്യുന്നില്ല. വി സ്പെൻഡ് മണി ലൈക്ക് എനത്തിങ്. 80% ആൾക്കാരും ഇങ്ങനെയാണ്. അടുത്തെന്ന് പറയുന്നത് ഫ്രം ഫിയർ ടു ഫൈനാൻഷ്യൽ കോൺഫിഡൻസ്. നമ്മളുടെ ഉള്ളിലുള്ള പണത്തെക്കുറിച്ചൊരു ഒരുപാട് അറിവ് ഇല്ലാതിന് നമ്മുടെ റീപ്ലേസ് ആങ്സൈറ്റി അബൌട്ട് മണി വിത്ത് നോളജ് ആൻഡ് സ്ട്രാറ്റജിക് അപ്രോച്ച് ടു ഫൈനാൻഷ്യൽ ഡിസിഷൻസ്. അതായത് നല്ല അറിവില്ലാത്തത് കൊണ്ടും നല്ല വ്യക്തമായ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടും നമുക്ക് ഭയങ്കര ആങ്സൈറ്റിയാണ് പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. ഫൈനാൻഷ്യൽ കോൺഫിഡൻസ് ഇല്ല. എന്നെക്കൊണ്ട് ഇത് നടക്കുമോ, ഞാനിതെങ്ങനെ ചെയ്യും. നല്ല ഹാബിറ്റ്സ് ഇല്ലാത്തതാണ്. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ മോശം, ഞാനൊരു നന്നായിട്ട് പണിയെടുക്കാറില്ല, എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാത്രം ഞാൻ കുറച്ചു കാലം വർക്ക് ചെയ്യും, അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വർക്കില്ല, അത് കഴിഞ്ഞാൽ എനിക്ക് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്വഭാവമില്ല. ഇങ്ങനെയുള്ള രീതിയിലുള്ള തിങ്കിങ്ങിൽ നമ്മുടെ തോട്ട് പ്രോസസ്സ് പോയിക്കൊണ്ടിരിക്കും. സോ അത് നിർത്തിയിട്ട് എന്ത് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യുക? നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് ഫൈനാൻഷ്യൽ നോളജ് നേടുക, സ്കില്ല് അപ്ലൈ ചെയ്യുക, കറക്റ്റ് എടുക്കുക. ഫ്രം വർക്കിംഗ് ഫോർ മണി ടു മേക്കിംഗ് മണി വർക്ക് ഫോർ യു. നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പണത്തിന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്, അത് മാറിയിട്ട് പണം നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരവസ്ഥ ക്രിയേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ്? നമ്മൾ അതിന് ചെയ്യണം, നമ്മുടെ സമയം ട്രേഡ് ചെയ്യുന്നതിന് പകരം ക്രിയേറ്റ് സിസ്റ്റം ദാറ്റ് ജനറേറ്റ് ഇൻകം വിത്തൗട്ട് കോൺസ്റ്റന്റ് എഫേർട്ട്. നന്നായിട്ട് എഫേർട്ട് ഇടാതെ തന്നെ കണ്ടിന്യൂസ്ലി പണം നമുക്ക് കണ്ടിന്യൂസ്ലി ജനറേറ്റ് ചെയ്ത് വരുന്ന സംഗതികൾ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, എത്രയും പെട്ടെന്ന് പൈസ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് ഇൻവെസ്റ്റ് ചെയ്യണം. പണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ചില ബിസിനസ്സുകളിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആ ബിസിനസ്സിൽ നിന്ന് വരുമാനം വന്നുകൊണ്ടിരിക്കും മന്ത്ലി. കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുക, സേവ് ചെയ്യുക. അത് സേവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? നേരെ നല്ല ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതിൽ നിന്ന് പൈസ വരും. ക്ലിയർ ആണോ? ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഒന്നിലധികം സോഴ്സുകളിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിങ്ങനെ നടക്കുന്നതുകൊണ്ട് അത് ബിസിനസ് ആവാം. ഫോർ എക്സാമ്പിൾ, ഒരു ലാൻഡ്, കുറേ കൃഷിയുള്ള കുറച്ച് ലാൻഡ് വാങ്ങും, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. വേറെന്താ ഉള്ളത്? ബിൽഡിങ്ങുകൾ, റിയൽ എസ്റ്റേറ്റ്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക.
അപ്പോൾ പണം നമ്മൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അത് നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണം. ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അതിൽ നിന്ന് വരുമാനം വാടക രൂപത്തിലുണ്ടാവും അല്ലേ. ഫ്ലാറ്റുകൾ, വില്ല നമുക്ക് വാടക കൊടുക്കാൻ പറ്റുന്നു, റെന്റ് ചെയ്യാൻ പറ്റുന്നു. സോ എപ്പോഴും അസറ്റിൽ നിങ്ങൾക്ക് പണം ക്രിയേറ്റ് ചെയ്യുന്ന സംഗതിയിലായിരിക്കണം നമ്മളുടെ പൈസ ചെലവഴിക്കേണ്ടത്. നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, കേരളത്തിലെ പ്രത്യേകത നമ്മളെന്ന് വെച്ചാൽ ഒരുപാട് കാലം കഷ്ടപ്പെട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് അറിയും, ഒരു വീട് വെക്കുക ചെയ്യുക. സർ എങ്ങനെയെങ്കിലും ഒരു വീട് വെക്കണം, കഷ്ടപ്പെടും, ലോണൊക്കെ എടുത്തിട്ട് വീട് വെക്കും. ഈ വീട് വെച്ചിട്ട് എന്താ ചെയ്ത് സംഭവിക്കുക, വീട് ആക്ച്വലി ലയബിലിറ്റിയാണ്, അതിന്റെ വാല്യൂ കുറഞ്ഞു പോകാൻ കുറെ കഴിയുമ്പോൾ. അതിൽ നിന്നൊരു വരുമാനം വരുന്നില്ല. സ്വർണ്ണം വീട്ടിൽ നിന്ന് വരുമാനം വരുന്നുണ്ടല്ല. വീട് എപ്പോഴും എന്ന് വെച്ചാൽ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കുന്നത് തന്നെ കഷ്ടപ്പെട്ടിട്ട് കുറേ പൈസ കൊണ്ടിട്ട് അതിലിടും. അതിന് പകരം എന്ന് വെച്ചാൽ നല്ല കാലത്ത് പൈസ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് വീട്ടിൽ കൊണ്ടിട്ട് ഇടാതെ, ഒരു വീട് വെക്കാതെ അത് കേൾക്കുകയും ചെയ്യരുത്. വേറെ 1, 2, 3, 4 ബിസിനസ്സുകളിലോ അല്ലെങ്കിൽ വരുമാന മാർഗത്തിനോ അല്ലെങ്കിൽ ഒരു വീട് എടുത്തിട്ട് അത് വാടക കൊടുക്കുകയോ, നിങ്ങൾ വാടകയ്ക്കുന്നു, വാടക കൊടുക്കുകയും അതിൽ നിന്ന് വരുമാനം അഡീഷണലി കിട്ടുകയും കൂടെ ചെയ്ത് ആ പൈസ ഉപയോഗിച്ചിട്ട് വീണ്ടും കുറേശ്ശെ സ്വരൂപിച്ച് അത് ചെലവഴിക്കാൻ സ്വരൂപിച്ച് ജോലിക്ക് പോകുന്നുണ്ട്. നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അത് വെച്ചിട്ട് നമ്മളുടെ വരുമാനവും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഇതിന് പുറമെ നമ്മൾക്ക് പൈസ വാടക വീട്ടിൽ അതിൻ്റെ പൈസ കിട്ടുന്നുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു 7, 8 വരുമാന മാർഗങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ക്ലിയർ ആണ്, അത് നിങ്ങൾക്ക് പൈസ തന്നുകൊണ്ടിരിക്കും. സോ ദീസ് കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ് വി ഹാവ് ടു ഡെവലപ്പ്. ഇതൊന്നും സാധാരണക്കാർക്ക് ഇല്ലാത്തതാണ്. ഇനിയും നമുക്ക് ഒരുപാട് പറയാനുണ്ട്. ഓക്കെ, നാളെ മറ്റന്നാളുമായിട്ട് നമുക്ക് വീണ്ടും സംസാരിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സെഷൻ? ഡിഡ് യു എൻജോയ്? ഡിഡ് യു ലേൺ എനിത്തിങ്? പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ഇനി ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇനിയുള്ള ദിവസങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും വരാം. ഡിഡ് യു ലേൺ എനിത്തിങ്? എന്തെങ്കിലും പുതിയത് കേൾക്കാൻ പറ്റില്ല? ഇതൊക്കെ നമുക്കിനി പഠിക്കാനുള്ളതാണ്. വെൽത്ത് ക്രിയേഷൻ്റെ മനസ്സിലാവുക, ഇൻകം, മണി മാനേജ്മെന്റ്, ഇൻവെസ്റ്റിംഗ്, ഇങ്ങനെ കുറേ സംഗതികൾ ഇനിയും പഠിക്കാനുണ്ട്. ഡെപ്തിലേക്ക് നമുക്ക് പോകാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നാളെ മറ്റന്നാൾ വീണ്ടും വരെ നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ ലവ്ഡ് വൺസിനോടൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളിത് പറയാം. ഓക്കെ, നിങ്ങൾ ഇന്ന് പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ? എന്ത് പോയിന്റാണ് നിങ്ങൾക്ക് ഇന്ന് കിട്ടിയത്? എന്ത് പോയിന്റാണ് നിങ്ങൾക്ക് കിട്ടിയത്? സൂപ്പർ സെഷൻ. താങ്ക് യു ദിവ്യ. താങ്ക് യു. യെസ്, അടിപൊളി, വെരി ഗുഡ്. ഗോട്ട് എ ന്യൂ പെർസ്പെക്റ്റീവ്. സൂപ്പർ ക്ലാസ്. താങ്ക്സ് വിജീഷ്, വെരി ഗുഡ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് ഈ ലെവലിലേക്ക് എന്ത് ചെയ്യുക, മാറ്റിയെടുക്കുക, എന്നാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഓക്കെ, എന്താണ് അമേസിംഗ് സെഷൻ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഗോട്ട് എ ന്യൂ പെർസ്പെക്റ്റീവ്. എന്താണ് നിങ്ങൾ പഠിച്ചൊരു പുതിയ അറിവ്? ഒന്ന് കമന്റ് ചെയ്തേ. പുതിയ അറിവ് എന്താണ് നിങ്ങൾ പഠിച്ച ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു അറിവ്? എന്താ യുവർ ലേണിംഗ്, ടുഡേസ് ലേണിംഗ്? നമ്മൾ ഇന്ന് പഠിച്ചൊരു പുതിയ അറിവ് എന്ന് പറയുമ്പോൾ, പണം ഉണ്ടാക്കുന്നതിന് ഇതുപോലുള്ള കാര്യങ്ങളാണ് വേണ്ടതെന്ന കാര്യം ഇതുവരെ ഉദ്ദേശിച്ചിരുന്നില്ല. സാറ് പറഞ്ഞതുപോലെ അതൊക്കെ കുറെ പൈസക്കാർക്ക്, അങ്ങനെയുള്ളവർക്കല്ലേ, അങ്ങനെ ജനിക്കുന്നവർക്ക് ആ ഒരു കാറ്റഗറിയിലായിരുന്നു ഇതുവരെ ചിന്തിച്ചിരുന്നത്. പക്ഷെ ഇത്തരം ക്ലാസ് കേൾക്കുമ്പോൾ നമുക്കും ഒരുപാട് ശ്രമിക്കാമായിരുന്നു. ഇപ്പോഴും ലേറ്റ് ആക്കില്ല, ഇപ്പോഴും ശ്രമിച്ചു തുടങ്ങുന്ന ഒരു തോട്ട് വരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എൻ്റെ തന്നെ കെയർ ഓഫിൽ ഞാൻ കുറച്ച് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ റിലേറ്റീവ്സിൽ നിന്ന് തന്നെ ഞാൻ എന്താ പറയുക, അവർക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തൊരു പരിപാടിയാണ്. അതായത് ഇവർക്ക് എന്ത് ചെയ്യാം, ഇവരുടെ അടുത്ത് ഗോൾഡ്, ഓക്കെ, പല സ്ത്രീകളുടെ അടുത്തും ഗോൾഡ് ഉണ്ടാവും, സംഗതികളുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കുറച്ച് ക്യാഷ് ഉണ്ടാവും. വലിയ എമൗണ്ട് ഒന്നും അല്ല, 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം, അങ്ങനെ ഈ എമൗണ്ട് സ്വീകരിച്ചിട്ട് നമ്മൾ ചില ബിസിനസ്സുകൾ തുടങ്ങിയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നിട്ട് വരുമാനം അവർക്ക് തന്നെ കൊടുക്കും. മനസ്സിലാവും? അതിൽ നിന്ന് ആ വരുമാനം, അതിലൊരു ചെറിയ പെർസെൻറ്റേജ് അവർ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ വാല്യൂക്ക് അനുസരിച്ച് കൊടുക്കും. അപ്പോൾ അത് ചില കേസിൽ എന്താ വെച്ചാൽ മാസം 5000 രൂപയേ ഉള്ളൂ, അല്ലെങ്കിൽ ചിലപ്പം 2000 രൂപയോ, അല്ലെങ്കിൽ ചില കേസിൽ ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ 4000 രൂപയോ, അങ്ങനെ അത്രയായിരിക്കാം. പക്ഷേ ഈ 4000 രൂപ ഞാൻ അവരോട് പറഞ്ഞത്, ഇത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കരുത്. യു സേവ് ദിസ് മണി, ഓക്കെ, ആൻഡ് ദെൻ വി വിൽ ബിൽഡ് അഗെയിൻ. കുറെ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഈ പൈസ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യും.
കാരണം ഇവർക്കൊക്കെ വീട്ടിൽ വേറെ വരുമാന മാർഗ്ഗങ്ങളുണ്ട്, സംഗതികളുടെ കാര്യങ്ങൾ നടക്കുന്ന ജോലിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ പൈസ നിങ്ങൾ ടച്ച് ചെയ്യരുത്, ചെലവഴിക്കരുത്. കുറെ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇത് റീഇൻവെസ്റ്റ് ചെയ്യാം. റീഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, വീണ്ടും അക്യുമുലേറ്റ് ചെയ്തിട്ട് റീഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, വീണ്ടും നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാം. ഇങ്ങനെയുള്ള ചില സംഗതികളുണ്ട്. ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ നമ്മൾ ചില ബിസിനസ്സിൽ പ്രോഫിറ്റ് നല്ല രീതിയിൽ, ഇപ്പം 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട്, 20 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ താല്പര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവസരങ്ങൾ ഇവിടെയുണ്ട്. ഓക്കെ, നമ്മുടെ തന്നെ ഞാനൊരു പുതിയൊരു പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതൊരു കൈൻഡ് ഓഫ് ഒരു കോഫി ഷോപ്സിന്റെ പ്രോജക്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ റിസോർട്ടിന്റെ പ്രോജക്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇതേപോലെ നിങ്ങളുടെ അടുത്ത് കുറേ ചെറിയ ഫണ്ട് ഉണ്ട്, 5 ലക്ഷമോ 10 ലക്ഷമോ 1 ലക്ഷം ഒക്കെ ഉണ്ട്, പക്ഷെ അത് അത്രയേ ഉള്ളൂ, അത് വെച്ചിട്ട് ചെയ്യാൻ കഴിയുമോ? ചെയ്യാൻ കഴിയും. ഇനി അതില്ലാത്തവരുണ്ടാകാം. പക്ഷെ ഒരു കോഫി ഷോപ്പ് തുടങ്ങാനോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ വരെ 1 ലക്ഷം രൂപ വെച്ച് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന കറക്റ്റ് സ്പോട്ടിൽ പോയിട്ട് ചെയ്യാൻ പറ്റുന്ന സംരംഭങ്ങളുണ്ട്. ഇപ്പം ടൂറിസം ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കേരളത്തിൽ. നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും വെറുതെ 50,000 1 ലക്ഷമൊക്കെ മുടക്കിക്കൊണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങൾക്കൊരു കുതിരനെ വാങ്ങിയാൽ, ഓക്കെ, കുതിരനെ വാങ്ങാൻ പറ്റും. അതിനാകത്രേ മേ ബി 1 ലക്ഷം 50,000 ചിലപ്പോൾ 1 ലക്ഷമോ ഒക്കെ ആയിരിക്കാം. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇതിനെ നോക്കി നടത്താൻ ഒരാളെയും കൂടെ കണ്ടെത്തും. അയാൾക്ക് എന്ത് ഡെയിലി കൂലി കൊടുക്കണം. ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്, ബീച്ചുകൾ, അല്ലേ? ഇപ്പൊ എല്ലായിടത്തും പല ആൾക്കാർക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് എത്തിക്കൂടാ. അപ്പൊ ഈ ഫാമിലി പുറത്തിറക്കുമ്പോൾ കുട്ടികൾക്ക് ഫോട്ടോ എടുക്കാനും ഈ കുതിരയുടെ പുറത്ത് ഇരുന്ന് ഫോട്ടോ എടുക്കുക, ഇത് ആക്ച്വലി ആകെ അല്ലെങ്കിൽ കുതിരയുടെ പുറത്ത് ഇരുന്നിട്ട് എന്ത് ചെയ്യും, ഒരു 100 മീറ്റർ അങ്ങോട്ട് നടത്തി ഇങ്ങോട്ട് നടത്തി 100 രൂപ വാങ്ങി ഒരാൾ. ഇതിനൊരു ഗൂഗിൾ പേ സെറ്റ് ചെയ്തിട്ട് ഒരാളെയും ഈ കുതിരനെ നോക്കാനും വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ ഫണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വെറുതെ നമുക്കൊരു പണിയില്ല. സോ അതാണ് അസറ്റ്. ഹാഷിമി ചോദിക്കുന്നത് എന്ത് കോഫി ഷോപ്പാണ്? ഓക്കെ, ഒരു കുതിരനെ ഞാൻ വാങ്ങണ്ടെന്നാല്. യെസ് മാം, ആയിക്കോളൂ. അപ്പൊ ഇങ്ങനെ നമുക്ക് ചെറിയ പൈസ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പല പരിപാടികളും ചെയ്യാൻ പറ്റും. നമ്മൾ ചിന്തിക്കുക ക്രിയേറ്റീവായിട്ട്, കേട്ടോ. വലുത് തന്നെ വേണമെന്നില്ല. നിങ്ങൾ സാധാരണക്കാരുള്ള നിങ്ങൾക്കും ബിസിനസ്സുകൾ ചെയ്യാം. എന്നിട്ട് ഒരാളെ കണ്ടെത്തുക, ഒരാളെ ജോലിക്കാരനെ കണ്ടെത്തുക, അയാളുടെ കൂടെ വിടുക, അല്ലേ? പണ്ട് ഉമ്മമാരൊക്കെ എന്താ വെച്ചാൽ ചെയ്തിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വീട്ടില് ഒരു കുറെ ആടുകളെ വാങ്ങും, ആടിൽ നിന്ന് പാല് കറക്കും, പാല് കറത്തിട്ട് എന്തെങ്കിലും കൊടുക്കും, അതിന് തീറ്റ കൊടുക്കണം, ഇതുവരെ തന്നെ നോക്കും. അതൊരു ബിസിനസ്സാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് കഷ്ടപ്പാടുകളുണ്ട്, പക്ഷെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് എന്താ വെച്ചാൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് വഴികളുണ്ട്. നല്ല സ്പോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ നല്ലോണം. അപ്പം ഓക്കെ, എന്നോട് ചോദിച്ചു എന്ത് കോഫി ഷോപ്പാണ്. അതായത് നമ്മൾ ചില കറക്റ്റ് സ്പോട്ടുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോഫി ഷോപ്സുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചെറിയ പ്രൈസ് കൊടുത്തിട്ട് 1 ലക്ഷം രൂപ വെച്ചിട്ടുള്ള ചെറിയ ടീ സ്നാക്സ് കടകളുണ്ട്. 4 ലക്ഷം രൂപ വെച്ചിട്ട് മുടങ്ങുന്ന ഷോപ്സുകളുണ്ട്. അത് 40 ലക്ഷം രൂപ മുടക്കിയിട്ടും ചെയ്യാം. ഓക്കെ, ഒരു യൂട്യൂബർ, ഇനി അതൊക്കെ വേണ്ട, യൂട്യൂബ് ചാനൽ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ തുടങ്ങുന്നത്തെ കാലത്ത് പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ ദർ ആർ ലോട്ട് ഓഫ് മെനി വേസ്. എക്സ്ക്യൂസ് മാറ്റി വയ്ക്കുക, ഇറങ്ങിത്തിരിക്കുക, പണിയെടുക്കുക, സ്വപ്നം കാണുക, എഫോർട്ട് ഇട്ടാൽ പൈസ ഉണ്ടാകും. പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് പറ്റി പറഞ്ഞ പരിപാടി മാത്രമല്ല. കുറേ ആൾക്കാർക്ക് അങ്ങനെ ചിന്താഗതിയുണ്ട്. സ്ത്രീകൾക്ക് അത് ആക്ച്വലി ഇസ്ലാം മതത്തിൽ വലിയ സ്റ്റോറി തന്നെ ഉണ്ട്, അല്ലേ? ഖദീജ ബീവി, ഷി വാസ് റിയലി റിച്ച് ലേഡി ആൻഡ് ഷി വാസ് എ ബിസിനസ് വുമൻ. വരുമാനം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഗെറ്റ് ഇൻസ്പയർഡ് ഫ്രം ഓൾ ഓഫ് ദാറ്റ് ആൻഡ് ഗോ ഔട്ട് ദർ, മേക്ക് മണി, ലോട്ട് ഓഫ് മണി. ഓക്കെ, ഒരു ജോബ്, ശിവലി പറയുന്ന ഒരു ജോബ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ജോബ് കിട്ടാൻ എന്താ, ജോബ് അന്വേഷിക്കുക. മനസ്സുള്ളവർ ഏത് പണിയെടുക്കുക. അല്ലാതെ ഒരു ജോബ് കിട്ടാൻ ഞാൻ ഈ ചോദ്യം തന്നെ വരുന്നത് ചില പണികളെ എനിക്ക് പറ്റില്ല എന്നുള്ള തിങ്കിങ്ങുകളുണ്ട്. അതെന്താണെങ്കിലും ശരി, പണിക്കങ്ങ് ഇറങ്ങിത്തിരിക്കുക. ഏത് പണിയെടുക്കാനുള്ള മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്ക് ജോലി കിട്ടും. അശ്വരണം വിനോദയാത്ര എന്ന് പറയുന്ന സിനിമയിലാണെന്ന് തോന്നണം, മീര ജാസ്മിൻ പറയുന്ന വളരെ നല്ലൊരു ഡയലോഗുണ്ട്. നീ എങ്ങനെ ഇവിടെ എന്ന് ചോദിക്കും ദിലീപ് വന്നിട്ട്. ദിലീപ് പണിയൊന്നും എടുക്കാതെ ഇങ്ങനെ നടക്കുകയാണ്, തടിയനങ്ങാതെ വിയർപ്പിന്റെ അസുഖമായിട്ട്, അതിൽ നായകനായിട്ട്.
അപ്പം അതില് അവളൊരു അച്ചാറ് കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം അച്ചാറ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ അവിടെ നിന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ പറയുന്നൊരു ഡയലോഗുണ്ട്, മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ജോലിയും ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടും. ജോലിയായി കിട്ടാത്തതല്ല അവിടുത്തെ പ്രശ്നം. നമുക്ക് കുറേ അഹങ്കാരങ്ങളുണ്ട്, നമുക്ക് കുറേ കണ്ടീഷൻസ് ഉണ്ട്, നമ്മൾ ആരോ ആണെന്ന് നമ്മൾ വിചാരം. അപ്പൊ അതൊക്കെ വിട്ടാൽ ജോലിയൊക്കെ പെട്ടെന്ന് കിട്ടും. എന്താ മൈൻഡ് സെറ്റാണ് അത്. അവിടെ ഇവിടെയൊക്കെ ജോലിയുണ്ട്. പല ആൾക്കാർക്കും പറഞ്ഞത് ചെന്നങ്ങ് ചോദിക്കുക കയറിയിട്ട്, എനിക്കൊരു ജോലി തരുമോ, ഞാനിവിടെ വർക്ക് ചെയ്യട്ടെ. ഒരു ഹോട്ടലിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ജോലിയും കിട്ടും, വരുമാനം കിട്ടും, പിന്നെ ഫുഡും കിട്ടും. ജസ്റ്റ് ഗ്രോ ചെയ്യും, താമസം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പം ബി വില്ലിങ് ടു വർക്ക്. എന്നിട്ട് ഒന്നെങ്കിൽ നിന്ന് തുടങ്ങുന്നതാണെങ്കിൽ അങ്ങനെ തുടങ്ങും. സ്റ്റാർട്ട് മേക്കിംഗ് മണി. പിന്നെ ചില ആൾക്കാർക്ക് ഓൾറെഡി ജോലി ഉണ്ടാവും. ഇതിപ്പോൾ ഞാനെങ്ങനെ ചെയ്യാം, രണ്ടാമത് സൈഡ് ഇൻകം സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഒരു 9 മണി മുതൽ 10 മണി വരെ നമ്മുടെ ജോലിയായിരിക്കും. അത് കഴിഞ്ഞാൽ വേറെ ജോലി. രാത്രി 10 മണി മുതൽ രാത്രി ഒരു 7 മണി മുതൽ 10 മണി വരെ വേറെ ജോലി ചെയ്യും. ഡബിൾ ജോലി ചെയ്യും. സാർ, ഞാനൊരു വീട്ടുജോലിയിൽ ഏർപ്പെട്ടിരുന്നു. എങ്ങനെ? ഞാനൊരു വീട്ടുജോലിക്ക് പോകുന്നുണ്ട് ഇപ്പോ. ഞാൻ വീട്ടു ജോലിക്ക് പോകുന്നു. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഞാനിവിടെ കോഴിക്കോട് പേട്ടയിലാ. ഫ്ലാറ്റിലാണ്. അവിടുന്നാണ് പോയി കാണുന്നത്, ഇത് കേൾക്കുന്നതൊക്കെ. മൈമുനത്ത് മാം, വെരി ഗുഡ്. ഞാൻ പെരിയിൽ ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ, അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു 10 രൂപേനെ കൈ കിട്ടിയാലേ, കുട്ടിയുള്ളതായാലും ചെറുതൊന്നുള്ളതല്ല, അപ്പൊ അത് വിചാരിച്ചാണ് ഞാനങ്ങനെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അത്രേ ഉള്ളൂ. നമ്മൾ ഇവിടെ ഒരു ജോലിയും മഹത്വം കുറഞ്ഞതല്ല. എല്ലാ ജോലിയും മഹത്വമുള്ള ജോലിയും. ഒരു മനുഷ്യൻ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഹീസ് എ ഹീറോ, ഹീസ് എന്താ പറയുക, ബ്ലഡി ഇൻസ്പിറേഷണലാണ്. ഭയങ്കര പ്രചോദനം. ഒരു ജോലി എടുക്കുന്ന മനുഷ്യനെ കാണുന്ന പറഞ്ഞാൽ പ്രചോദനമാണ്. അതേത് ജോലിയാണെങ്കിലും. കാരണം അയാൾ വെറുതെ ഇരിക്കുന്നില്ല, ടൈം വേസ്റ്റ് ആക്കുന്നില്ല. ഈസ് ആക്റ്റീവ് ആൻഡ് പുട്ടിങ് എഫേർട്ട്, കെയറിങ് അബൌട്ട് ഫാമിലി. അവരുടെ ഫാമിലിയെ കെയർ ചെയ്യുന്നു, അവരുടെ ജീവിതം. അതിൽ യാതൊരു അതൊരു മോശം അവസ്ഥയോ അല്ലെങ്കിൽ ഒരു സങ്കടകരമായ ഒരു അവസ്ഥയോ ഒന്നുമല്ല. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ തിങ്. ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ്. ഇഫ് യു ആർ ഏർണിംഗ് മണി, ഇഫ് യു ആർ വർക്കിംഗ് ഹാർഡ്, ഈവൻ ഇഫ് ഇറ്റ് ഇസ് സ്മോൾ എമൗണ്ട്, എസ്പെഷ്യലി ഇഫ് ഇറ്റ് ഇസ് സ്മോൾ എമൗണ്ട് ആൻഡ് യു ആർ വർക്കിംഗ് ഹാർഡ്. ചെറിയ വരുമാനമാണ്, അല്ലെങ്കിൽ എന്താ പറയുക, കുഴപ്പമില്ല, വർക്ക് ചെയ്യുന്നുണ്ട്, then that is a great thing. ഭയങ്കര ഇൻസ്പിറേഷനല്ല. ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട് എങ്കിലല്ല ഇൻസ്പിറേഷനൽ. കുറച്ച് പൈസ ഉണ്ടാക്കുന്നുള്ളൂ, പക്ഷെ നിങ്ങൾ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്, നന്നായിട്ട് എഫേർട്ട് എടുക്കും. then you are such a wonderful person, because അഹങ്കാരമില്ലാത്ത ആ ഒരു മനസ്സുള്ള മനുഷ്യനാണ്. നിങ്ങൾ രക്ഷപ്പെടും. That's simple. Okay. Thank you everyone coming here, sharing. ബാപ്പു സാർ, താങ്ക് യു സോ മച്ച്. മറ്റുള്ളവർക്ക് നല്ല ഹെൽപ്പാണ് നിങ്ങൾ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നാളെ നമുക്ക് കാണാം കേട്ടോ. വീണ്ടും കാണാം നാളത്തെ സെഷനിൽ. താങ്ക് യു. നിങ്ങളുടെ എല്ലാവരുടെ സെഷനൊക്കെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് പേര് കുടുംബങ്ങൾ ഒരുപാട് ഇൻഫർമേഷൻ തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ലൈഫ് മാറി നമ്മൾ തീരുമാനിക്കുക, കുറച്ച് തീരുമാനം എടുക്കുക, മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. താങ്ക് യു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും നല്ലൊരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടാവും. ശരിക്കും സമയം വൈകിട്ടില്ല എന്ന് മനസ്സിലായിപ്പോ. അത്രേ ഉള്ളൂ മാം. ജമീല മാം, ഒന്നും വൈകില്ല. നമ്മളൊക്കെ എപ്പോഴും കുട്ടികളാണ്. നമ്മളൊരു 150 വയസ്സ് വരെ ജീവിക്കും. ഓക്കെ, 5 വയസ്സിൽ നിൽക്കാണ്. പിന്നല്ല നമ്മളിങ്ങനെ ഇപ്പൊ മൈമുനത്ത് മാം കണ്ടില്ലേ, ഇപ്പം ഇത്രയോ കാലത്തിന് ശേഷമാണ് ഒരു ജോലിക്ക് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഐ റിയലി റെസ്പെക്ട്. ഭയങ്കര ബഹുമാനം തോന്നുന്നു എനിക്ക്. ഭയങ്കര ഒരു അല്ലെങ്കിൽ ബഹുമാനമുണ്ട്, പക്ഷെ കൂടുതൽ ദാറ്റ് ഈസ് ദ സ്പിരിറ്റ്. ഗോ ഔട്ട് ദർ, വർക്ക്. വെറുതെ ഇരിക്കുക, വേസ്റ്റ് ആക്കാതിരിക്കുക, റിലാക്സ് ചെയ്തിട്ട് ഇരുന്നിട്ട് ലൈഫ് പാഴാക്കാതിരിക്കുക, മുന്നോട്ട് പോകാം. താങ്ക് യു. നാളെ കാണാം. Thank you, sir. Thank you very much. Thank you, sir. Thank you so much. Thank you. You're welcome. Thank you.